أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشيخ ذري لنا بهذا المحضر ولتأتي بنظرة تأتي لنا بالظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. ഇൻഷാ അല്ലാഹ് സൂറത്ത് നിസായിലെ 29, 30, 31 ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. അത് തന്നെ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ തഫ്സീർ ആധാരമാക്കിയിട്ട്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തന്നെ അടുത്തൊരു സെഷൻ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് തങ്ങളുടെ ബഹർ മദീദ് ആധാരമാക്കിയും അതുപോലെ റൂഹുൽ ബയാൻ ആധാരമാക്കിയും ഇതേ ആയത്തുകൾ നമ്മൾ വേറെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഈ ഒരു വിശദീകരണം കൂടുതലും അതിൻ്റെ ബാഹ്യമായ അർത്ഥങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും. എന്നാൽ ബഹർ മദീദിൻ്റെ വിശദീകരണം അതിൻ്റെ ആത്മീയമായ സൂചനകളും അതിൽ അള്ളാഹു വച്ചിട്ടുള്ള ഇഷാറത്തുകളിലേക്കൊക്കെ സൂചിപ്പിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഈ കാണിക്കുന്ന PDF നോക്കിക്കൊണ്ടാണോ ഈ ദർസ് പങ്കെടുക്കേണ്ടത്. അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും നോട്ടൊക്കെ കൈപ്പിടിക്കാൻ പറ്റുമെങ്കിൽ നോട്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് കുറിച്ച് വെക്കുന്നത് നല്ലതാണ്. കാരണം അത് നമുക്ക് നമ്മളുടെ ഈ വിഷയത്തിൻ്റെ ഒരു ഗ്രാഹ്യത കൂടുതൽ കിട്ടാൻ നല്ലതാണ്. കാരണം ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നൂനുൽ കലമിനൊക്കെ അള്ളാഹു ആണയിട്ട് പറയാൻ കാരണം തന്നെ നമ്മളൊരു പുസ്തകവും പേനയൊക്കെ കൈ പിടിച്ച് അത് എഴുതി പഠിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്കൊരുപാട് കൂടുതൽ നമ്മളെ മനസ്സിലേക്ക് കയറും. നമ്മൾ ചില മഹത്തുക്കളൊക്കെ പറയാറുണ്ട്, എഴുതുന്നത് നമ്മളെ മനസ്സിലെഴുതുന്നത് പോലെയാണ്. എഴുതിയിട്ടില്ലെങ്കിൽ അതങ്ങനെ കാറ്റിൽ പറന്ന പോലെ അങ്ങനെ പറന്നു പോകും, മനസ്സിൽ നിൽക്കില്ല. എന്നാൽ എഴുതിയാൽ അത് നമ്മൾ മനസ്സിൽ എഴുതുന്ന പോലെയാണ്, അത് അവിടെ ഉണ്ടാവും. അപ്പോൾ മുഴുവനായിട്ട് എഴുതണമെന്നല്ല ഞാൻ പറയണത്. നമ്മളിതിങ്ങനെ കേൾക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്ന ചില പോയിൻറ്റ്സൊക്കെ ജസ്റ്റായിട്ടൊന്ന് കുറിച്ച് വെക്കാം. ഞാനൊക്കെ ചിലപ്പോൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ഓതുന്ന സമയത്തൊക്കെ ചെയ്യാൻ ചെറിയ ഒരു പേപ്പർ കൈ പിടിക്കും, എന്നിട്ട് വെറുതെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വരഞ്ഞിടും. അത് വായിച്ചാൽ കുറച്ച് എനിക്ക് മനസ്സിലാവണമെന്നൊന്നുമില്ല, പക്ഷെ എന്നാലും അങ്ങനെ വരഞ്ഞിട്ടാനുള്ള പ്രത്യേകത എന്താ പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിലിങ്ങനെ കുറിച്ചിടുന്ന പോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ശ്രമം നടത്തുന്നത് വളരെ നല്ലതാണ്, കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ്. അപ്പം ഇതുവരെ നമ്മൾ സംസാരിച്ചിരുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട ആരെയാണ് കല്യാണം കഴിക്കാൻ പറ്റാതിരിക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അള്ളാഹു പറയുന്നത്. എന്തുകൊണ്ട് പറഞ്ഞാൽ ചില മഹാന്മാരെ വിശദീകരിച്ചത് കാണാം. വിവാഹവുമായി ബന്ധപ്പെട്ട് സമ്പത്തിന് വലിയൊരു പങ്കുണ്ട്. കാരണം ഒരാൾ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ മഹർ വേണം, അതുപോലെ അവർക്ക് ചിലവ് കൊടുക്കാൻ പറ്റണം, ഒക്കെ ഇത് വേണം. അതിന് സമ്പത്താണ് വേണ്ടത്. അപ്പോൾ അതിനുപയോഗിക്കപ്പെടുന്ന സമ്പത്ത് എങ്ങനെയായിരിക്കണം? അപ്പോൾ സമ്പത്ത് ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ ആണല്ലോ കൂടുതൽ അവർക്ക്. ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ അത്രത്തോളമൊന്നും സമ്പത്ത് ആവശ്യമില്ല, ഒറ്റയ്ക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാം. പക്ഷേ കുടുംബമാകുമ്പോഴാണ് നമുക്ക് സമ്പത്ത് ആവശ്യമായി വരുന്നത്. അവരെ നോക്കണം, മക്കളെ നോക്കണം, അവർക്ക് മഹർ കൊടുക്കണം, അവരെ പരിപാലിക്കുകയൊക്കെ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സമ്പത്ത് ആവശ്യമായി വരുന്നത്. ഇവൻ വീട് വരെ നമുക്ക് ആവശ്യമായി വരുന്നത് കുടുംബം ഉണ്ടാകുമ്പോൾ. ഒറ്റക്കാണെങ്കിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങാം. അപ്പം ആ സമ്പത്തിന്, അപ്പോൾ ഇതിനാവശ്യമായ ഒരു കല്യാണം കഴിക്കുകയും കുടുംബജീവിതം നയിക്കുകയും ഒക്കെ അതിനാവശ്യമായ സമ്പത്ത് നമ്മളെങ്ങനെയാണ് നമ്മൾ ഒരു കൂട്ടേണ്ടത് എന്നതാണ് അടുത്തത് അള്ളാഹു പറയുന്നത് എന്നാണ് ഇതിനെ യോജിപ്പിച്ചുകൊണ്ട് മഹത്തുക്കൾ പറയുന്നത്. നമുക്ക് ആ ആയത്തിലൂടെ ഒന്ന് കടന്നു പോവാം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തഅക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അന്യായമായി നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ഇടയിൽ നിന്ന് സമ്പത്ത് ഭക്ഷിക്കരുത്. ഇല്ലാ അൻ തകൂന തിജാറത്തൻ അൻ തറാദിൻ മിൻകും, പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് നിങ്ങൾ നടത്തുന്ന കച്ചവടത്തിലൂടെ അല്ലാതെ. വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ കൊല്ലരുത്. ഇല്ല ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, തീർച്ചയായും അള്ളാഹു റഹീമാണ്. വമൻ യഫ്അൽ ദാലിക, ആരെങ്കിലും ഇപ്രകാരം ചെയ്താൽ, ഉദ്വാനൻ വദുൽമൻ, അതിക്രമം കാണിക്കുകയും അതുപോലെ അനീതി കാണിക്കുകയും ചെയ്താൽ, ഫസൗഫ നുസ്ലിഹി നാറൻ, അവനെ
നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. വക്കാനദാലിക്കാൽ അല്ലാഹു യസീറ. അങ്ങനെ ആളുകൾ നരകത്തിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് പണിയുള്ള കാര്യമൊന്നുമല്ല. ഇൻ തജിത്തനിബോ കബായിറ, ആരെങ്കിലും തജിത്തനിബോ ആരെങ്കിലും വർജിച്ചാൽ, കബായിറ മാ തൻഹൗന അൻഹും, അള്ളാഹു വിലക്കിയ കബായിറുകളെ, വൻതെറ്റുകൾ ആരെങ്കിലും വർജിച്ചാൽ, നുകഫിറാൻകും സയ്യാത്തിക്കും, അള്ളാഹു അവരുടെ തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കും, മായ്ച്ചു കളയും. വനുദഖലുഹും മദ്ഹൻ കരീമ, അവരെ അള്ളാഹു മദ്ഹലൻ കരീമ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇവിടെ സ്വർഗമാണ് എന്ന് മഹാന്മാർ പറഞ്ഞു കാണാം. അവരെ അള്ളാഹു സ്വർഗത്ത് പ്രവേശിപ്പിക്കും എന്ന്. ഇതിന് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഫിരിയാദ് തഫ്സീറിൽ പറയുന്ന വാചകങ്ങൾ, ഇതിനെ വിശദീകരിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ വേർഡ് ബൈ വേർഡ് ഒന്ന് വിശദീകരിക്കാം. പിന്നെ അതിൽ ഞാൻ മറ്റു തഫ്സീറുകളിൽ നിന്നൊക്കെ റൂഹുൽ ബയാനിൽ നിന്നും അതുപോലെ റാസിയിൽ നിന്നൊക്കെ എടുത്ത ഭാഗങ്ങൾ ഞാൻ വേർഡ് ബൈ വേർഡ് പറയുന്നില്ല, അതിൻ്റെ ജസ്റ്റ് വായിച്ചു പോകുന്നുള്ളൂ. അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, നിങ്ങൾ അന്യായമായി പരസ്പരം ഭക്ഷണം എന്ത് ചെയ്യരുത്, സ്വത്തിനെ അപഹരിച്ചുകൊണ്ട് ഭക്ഷിക്കരുത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ബിൽ ഹറാമി ഷർഅൻ, ശരീഅത്ത് വിലക്കിയ കാര്യങ്ങൾ കൊണ്ട്, കരിബ, ഏതുപോലെ റിബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലിശയിലൂടെ ശരീരത്തെ വിലക്കിയ കാര്യം കൊണ്ട്, വൽ ഒസ്ബി എന്ന് പറഞ്ഞാൽ പിടിച്ച് പറിച്ചുകൊണ്ട്, അപ്പോൾ പിടിച്ച് പറിച്ച് വാങ്ങിക്കൊണ്ടുപോവുക. അതുപോലെ പലിശയിലൂടെ നമ്മൾ എങ്ങനെ സമ്പാദിക്കാം. അവിടെ ഈ റിബ എന്ന് പറയുന്ന പലിശ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാട്ടിലെ അതൊരു വലിയൊരു ചർച്ചയാണ്. ജസ്റ്റ് ഒരു സൂചന പറയാം. നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം പൂർണ്ണാർത്ഥത്തിൽ അത് പലിശയല്ല. അത് മഹത്വക്കൾ അതിന് വിശദീകരിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതൊക്കെ പലിശയല്ല, എന്നാൽ പലിശ അല്ലാത്തതും അല്ല, അത് മിക്സഡാണത്. ഇപ്പോൾ റിബ എന്ന് അള്ളാഹു പറഞ്ഞ പരിധിയിലേക്ക് പലപ്പോഴും ബാങ്കിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പലിശ വരലില്ല. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. വിശദീകരിച്ച് ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നതല്ല. കാരണം നമ്മൾ ബാങ്കിൽ പണത്തിൻ്റെ മൂല്യമാണ് നോക്കുന്നത്. അതിൽ ടൈം വാല്യൂ ഓഫ് മണി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ 100 രൂപ അല്ല ഇപ്പോഴത്തെ 100 രൂപ, ഇപ്പോഴത്തെ 100 രൂപ അല്ല അടുത്ത വർഷത്തെ 100 രൂപ, അതിൻ്റെ മൂല്യം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ പണത്തിലൂടെയാണല്ലോ, പേപ്പറിലൂടെയാണല്ലോ കൈമാറ്റം നടത്തുന്നത്, അല്ലാതെ ഇതിലൂടെ അല്ലല്ലോ, കോയിൻ ഇത് എന്താ പറയുക, വെള്ളി സ്വർണത്തിലൂടെ ഒന്നല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെ മൂല്യമാറ്റങ്ങൾ പലപ്പോഴും റിബ എന്ന പരിധിയിൽ വരില്ല. മാത്രമല്ല ഈ പണത്തെ ബാങ്ക് അവരുടെ കച്ചവടങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും വെറും അവിടെ ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത് മാത്രമല്ല, അത് അവർ കച്ചവടം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ലാഭത്തിൽ നിന്നാണ് ഒരു ഓഹരിയാണ് നമുക്ക് തരുന്നത്, അല്ലാതെ അവർക്ക് നിലനിൽപ്പില്ല. കാരണം അത് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ബാങ്കിന് ബിൽഡിങ്ങുകൾ ആവശ്യമാണ്, അതിന് ആവശ്യമായ തൊഴിലാളികളെ വെക്കണം, അവർക്ക് ശമ്പളം കൊടുക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ബാങ്കിനുണ്ട്. അപ്പോൾ നമ്മളൊരു പൈസ അവിടെ വെച്ചിട്ട് ആ പൈസേൻ്റെ മുകളിൽ ഒരു ചെറിയൊരു പലിശ നമുക്ക് എക്സ്ട്രാ തന്നുകൊണ്ട് മാത്രം ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അവരതുകൊണ്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബാങ്കിലെ പലിശ എന്ന് പറയുന്ന പലിശ റിബ അല്ല, ഈക്വൽ ടു റിബ എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അത് റിബ അല്ലാത്തതും അല്ല, അങ്ങനെ പറയരുത്. നമ്മളിപ്പോൾ ബാങ്കിലെ പലിശ അല്ലാന്ന് വെച്ചാൽ അവിടെയുള്ള പൈസ മുഴുവൻ നമ്മൾ എടുക്കുക, അങ്ങനെയല്ല. കാരണം അതിൽ പലിശയും പലിശ അല്ലാത്തതൊക്കെ ഉൾപ്പെടും. പലിശയുണ്ട്, പലിശ അല്ലാത്തതും ഉണ്ട് എന്നാണ് ഇമാമിങ്ങൾ പറഞ്ഞത്. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ ഞാൻ പറയാം, അതിൽ പലിശയും പലിശ അല്ലാത്തതും ഉണ്ട്. അതുകൊണ്ട് ബാങ്കിലെ പലിശ നമ്മൾ സൂക്ഷിച്ചാണ് ഉപയോഗിക്കേണ്ടത്. പലപ്പോഴും നമ്മളതിനെ ഈവൻ നമ്മളെ ദൈനംദിന ആവശ്യങ്ങൾക്കോ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാങ്കിലെ പലിശ നമുക്ക് വേറെ പലിശകൾക്ക് മറിച്ച് കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പം നമ്മളൊരു കാറ് വാങ്ങിയിട്ടുണ്ടാവും, ബാങ്കിൽ നിന്ന് കാറ് വാങ്ങിയിട്ടുണ്ടാവാം. ആ കാറിന് ബാങ്കിൽ പലിശ നമ്മൾ അടക്കുന്നുണ്ടാവും. നമ്മൾ വേറെ പൈസ, നമ്മൾ 1 ലക്ഷം റുപ്യ ബാങ്കിൽ വേറെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ മുകളിൽ പലിശ ഇങ്ങോട്ട് കിട്ടുന്നുണ്ടാവും. ഈ ലോണിന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടാവും പലിശ, മറ്റിടത്ത് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങോട്ട് കിട്ടിയ ഈ പലിശനെ അങ്ങോട്ട് കൊടുക്കുന്ന പലിശയിലേക്ക് നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. അല്ലാതെ നമ്മളത് പാവങ്ങൾക്ക് ദാനം ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് സൂക്ഷ്മതക്ക് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്.
എന്നിരുന്നാലും ഞാനിത് ഒന്ന് ഉണർത്തിയാണ്. കാരണം റിബ ഏറ്റവും വലിയ തെറ്റാണെങ്കിൽ നമ്മൾ ബാങ്കിൽ ഇടപെടുന്നത് തന്നെ തെറ്റാവും. കാരണം ഇന്നും ബാങ്കിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല. ബാങ്കുമായിട്ട് ബന്ധപ്പെടാതെ നമുക്കൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ബാങ്കുമായി ഇടപെടാത്ത ട്രാൻസാക്ഷനൊക്കെ ബ്ലാക്ക് മണി ആയിട്ടാണ് പറയുന്നത്. ബ്ലാക്ക് മണി ആയിട്ട് നമുക്ക് നമ്മൾ ഇടപെടുക എന്ന് പറയുന്നത് നമ്മൾ രാജ്യത്തിന് രാജ്യത്തിൽ തെറ്റായ ഒരു കാര്യമാണ്. നമുക്കൊരു രേഖ കാണിക്കാൻ പറ്റാത്ത ഇടപാടുകൾ. അപ്പോൾ നമുക്ക് ബാങ്കുമായിട്ട് ഇടപെടേണ്ടത് വരും. ബാങ്കുമായിട്ട് ഇടപെടേണ്ടി വരുമ്പോൾ അതിൽ റിബ എന്ന സംഭവം ഉണ്ടാവും. റിബ അല്ല, പലിശ ഉണ്ടാവും. അപ്പോൾ ആ പലിശ എന്ന് പറയുന്നത് റിബാൻ്റെ പരിധിയിൽ വരികയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ബാങ്കുമായിട്ട് ഇടപെടാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയല്ല, റിബാൻ്റെ പരിധിയിൽ പെടുന്നതും പെടാത്തതും ഒക്കെ അതിലുണ്ടാവാം. അതൊരു മിശ്രിതമാണ്. അതുകൊണ്ട് നമ്മൾ വെൺതെറ്റുകളുടെ എണ്ണത്തെ കൂട്ടാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് അതിൻ്റെ പലിശ നമുക്ക് കൂട്ടാൻ പറ്റില്ല. എന്നാൽ നമ്മൾക്ക് ഈസി ആയിട്ട് അതെല്ലാം അനുവദനീയമായ രൂപത്തിൽ എടുക്കുകയും ചെയ്യേണ്ട. സൂക്ഷ്മതക്ക് നല്ലത് അത് നമ്മൾ എടുക്കാതിരിക്കലും അതുമായി ബന്ധപ്പെടാതിരിക്കലുമാണ്. കാര്യങ്ങൾക്ക് അതുമായി ബന്ധപ്പെടുക. എന്നുവെച്ചാൽ ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ബിഹറാമി ഷർഅൻ കരിബ വൽ അസ്ബി. നമ്മൾ പിടിച്ച് പറിച്ചെടുക്കുന്നതും പലിശ കൊണ്ടുണ്ടാകുന്നതും ഒക്കെ പൈസ ഉണ്ടല്ലോ, ആ പൈസ കൊണ്ട് നമ്മൾ തിന്നരുത് എന്നുള്ള പറയണം. തിന്നരുത്. ഹുർമത്തു മാലിൽ അൽ മുസ്ലിം, ഹുർമത്തുൽ മാലിൽ അൽ മുസ്ലിം കൽ ഹുർമത്തി ദമി. ഒരു മുസ്ലിമിൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് അവൻ്റെ രക്തത്തെ പോലെ പവിത്രമാക്കപ്പെട്ടാണ്. നമുക്കൊരിക്കലും അത് പിടിച്ചു വാങ്ങാൻ പറ്റും. ഒരു മുസ്ലിമിനെ കൊല്ലുന്നത് പോലെ തന്നെയാണ് ഒരു മുസ്ലിമിൻ്റെ അടുത്തുനിന്ന് പൈസ പിടിച്ചു വാങ്ങുന്നതും നമ്മളതിൽ സൂക്ഷ്മത പാലിക്കാത്തതൊക്കെ. പൈസൻ്റെ വിഷയം, അവരുടെ സമ്പത്തിൻ്റെ വിഷയം വളരെ പ്രധാനപ്പെട്ട. ഇന്ന് തീരെ നമ്മൾ ഒരു സൂക്ഷ്മത കാണാത്തൊരു മേഖലയും പൈസയാണ്. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാൻ മതി എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇന്നത്തെ നിലപാട്. എങ്ങനെയും കുറച്ച് പൈസ ഉണ്ടാക്കുക. പൈസ ഉണ്ടാക്കിയിട്ട് പിന്നെ കുറേ നിസ്കരിച്ചാൽ പോരെ, ഹജ്ജ് ചെയ്താൽ പോരെ, കുറേ എന്താ പറയുക, ദാനധർമ്മങ്ങൾ ചെയ്താൽ പോരെ, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ, നമുക്ക് പൈസ ഉണ്ടാക്കുന്നതിൽ ഇപ്പം അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നവരാണ് അധിക പേരും. ഇനി സൂക്ഷ്മത എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ 100 രൂപ 10 രൂപേൻ്റെ വിഷയത്തിലൊക്കെ ഭയങ്കര സൂക്ഷ്മത കാണിക്കും. 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ആകുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് നമുക്ക് ചെറിയ തൗബ ചെയ്താളാം എന്ന് പറഞ്ഞിട്ട് അതിനെ ഒരു അതിനൊരു നിസാരവൽക്കരിക്കുന്ന സ്വഭാവമുണ്ട്. ഒരിക്കലും നിസാരവൽക്കരിക്കേണ്ട ഒരു സാധനമല്ല അത്. നമ്മൾ പേഴ്സണലായി ചെയ്യുന്ന തെറ്റിനേക്കാളൊക്കെ എത്രയോ വലിയ തെറ്റാണ് മറ്റൊരു മനുഷ്യൻ്റെ അർഹതപ്പെട്ടതല്ലാത്തൊരു സമ്പത്ത് നമ്മൾ അപഹരിക്കുക എന്നുള്ളതും അത് നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുക എന്നുള്ളതും നമ്മുടെ ജീവിതത്തിന് ഉപയോഗിക്കുക എന്നുള്ളതും ഏറ്റവും മോശപ്പെട്ട കാര്യമാണ്. ഇന്നൊക്കെ ഈ കാലഘട്ടത്തിൽ ഈ സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മത കുറവാണ്. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാൻ മതി എന്നത്. പ്രത്യേകിച്ചും ആൾക്കാരെ പിടിച്ചു പറിച്ചിട്ടാണെങ്കിലും പ്രത്യേകിച്ചും ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഈ ബ്രോക്കറേജ് സംവിധാനങ്ങൾക്ക് വളരെ കൂടുതലാണല്ലോ. പലപ്പോഴും ഈ ബ്രോക്കറേജ് സംവിധാനങ്ങളിലൊക്കെ ഈ ഒരു നിശ്ചിതപ്പെടുത്തുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല. പിടിച്ചു വാങ്ങുന്നതാണ് പലപ്പോഴും. എന്നാൽ നമ്മളിപ്പോൾ തൃപ്തിപ്പെടുത്തി കൊടുക്കലല്ല പലപ്പോഴും ഉണ്ടാവില്ല. ആദ്യം പറഞ്ഞിപ്പോൾ നമ്മൾ ഇന്നൊരു കച്ചവടം നടന്നാൽ അതിൻ്റെ ബ്രോക്കറേജ് ഇത്ര ശതമാനം എനിക്ക് ആദ്യം തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കച്ചവടത്തിൽ ഇടപെടുന്നതെങ്കിൽ, അങ്ങനെ വാങ്ങുന്നതെങ്കിൽ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പലപ്പോഴും അത് നടക്കെങ്ങനെ അറിയോ, ഇതൊക്കെ നടന്ന അവസാനം ഒരു പിടിച്ചുപറിയാണ് ഉണ്ടാവുക. ആ പിടിച്ചുപറിയിൽ കിട്ടുന്ന പൈസ ഒരിക്കലും നല്ലതല്ല. അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ നന്നാവില്ല, നമ്മുടെ മക്കളും നന്നാവില്ല. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പണവുമായി ബന്ധപ്പെട്ട കാര്യം. ഒരു മനുഷ്യൻ്റെ രക്തം എത്രമാത്രം മറ്റൊരു മനുഷ്യന് ഹറാമാവുന്നു അത്രമാത്രം തന്നെ ഹറാമാണ് ഒരു മനുഷ്യൻ്റെ സമ്പത്തും. ഹറം അല്ലാഹു തആല തബാറക തആല മാലൽ മുസ്ലിമി വ ഇർളഹു വ ദമഹു. അല്ലാഹു തആല ഹറാമാക്കിയിട്ടുണ്ട് എന്തൊക്കെ? ഒരു മുസ്ലിമിൻ്റെ മാല്, അവൻ്റെ സമ്പത്തിന് ഹറാമാക്കിയിട്ടുണ്ട്. വ ഇർളഹു എന്ന് അവൻ്റെ അഭിമാനം. മറ്റൊരു മുസ്ലിം എത്ര മോശപ്പെട്ട ആളാണെങ്കിലും അവനെ അപമാനിക്കാൻ നമുക്ക് നിർവാഹമില്ല. നമ്മൾ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് അവനെ അപമാനിക്കാൻ നമുക്ക് പറ്റില്ല. അപമാനിക്കാൻ എന്താ, നമ്മൾ വേറൊരു സദസ്സിൽ വെച്ച് അവനെ പറ്റി പറയുക, മോശമാക്കുക, കൊച്ചാക്കുക, അതൊരിക്കലും നമുക്ക് അനുവദനീയമായ ഒരു കാര്യമല്ല. അപ്പോൾ അപമാനിക്കരുത്. ഒരു മുസ്ലിമിൻ്റെ അഭിമാനം വളരെ പ്രധാനമാണ്. അവന് മോശപ്പെട്ടവനാണെങ്കിൽ പോലും അതുപോലെ തന്നെ അവനെ കൊല്ലാനും പാടില്ല. അവൻ്റെ രക്തവും നമുക്ക് ഹലാലല്ല. ഇതൊക്കെ ഹറാമാണ്. ഇല്ലാൻ തക്കൂനു തക്കാൽ തിജാറത്തൻ, കച്ചവടത്തിലൂടെ കിട്ടിയ സ്വത്താണെങ്കിൽ കുഴപ്പമില്ല. മുബായാത്തുൻ ബൈന ഷഹ്സൈൻ, 2 പേർക്കിടയിലുള്ള കച്ചവടത്തിലൂടെ ലഭിച്ച തറാദും മിൻകും, പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട്. അപ്പോൾ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട്
നമ്മൾ കച്ചവടത്തിലൂടെ ഉണ്ടാക്കിയ പൈസ കുഴപ്പമില്ല. പക്ഷേ ഈ കച്ചവടത്തിൽ പലപ്പോഴും പരസ്പരം തൃപ്തിപ്പെടലില്ല. അങ്ങനെ ഒരാൾ തൃപ്തിപ്പെടാതെയാണ് മറ്റേ ആൾ പൈസ വാങ്ങൽ. ഇത് ആദ്യം നമ്മളിപ്പോൾ ഒരു ഓട്ടോ ഓടിക്കുന്ന ആളാണെങ്കിൽ പോലും പലപ്പോഴും മറ്റൊരാളോട് ആദ്യം പറയണത് ഇത്ര പൈസയാവും അയാൾ തൃപ്തിപ്പെട്ടിട്ടാണ് ആ ഓട്ടോയിൽ പോകേണ്ടത്. അങ്ങനെ പോയി കഴിഞ്ഞ് അവിടെ നിന്ന് ആ പൈസ വാങ്ങുമ്പോൾ അത് തൃപ്തിപ്പെട്ട പൈസയാണ്. ആദ്യം ഇത് പറയൂല, നിങ്ങൾ കയറിക്കോളി എങ്ങനെയെന്നൊക്കെ പറയും. എന്നിട്ട് അവിടെ എത്തിയിട്ട് കുറേ തല്ലുണ്ടാക്കും. എന്നിട്ട് ലാസ്റ്റ് എങ്ങനെയൊക്കെയോ പൈസ വാങ്ങും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ എല്ലാ കാര്യത്തിലും നമ്മളെന്താ ചെയ്യുക, ഇത് കുറഞ്ഞു പോകുമോ എന്ന് വിചാരിച്ചൊന്നും പറയൂല. ആദ്യം നിങ്ങളെന്ത് തന്നാൽ മതി എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കൊണ്ട് പോകും. ലാസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ പിടിച്ച് വാങ്ങലും കച്ചറയും ഉണ്ടാക്കും. എന്നിട്ട് ആ പൈസ വാങ്ങും. ഈ പൈസ കൊണ്ട് നമ്മൾ തിന്നുകയോ നമ്മൾ മക്കളെ തീറ്റിപ്പിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും ഗുണം ചെയ്യില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ പിടിച്ച് പറിച്ച് വാങ്ങുന്ന സ്വത്തല്ല വേണ്ടത്. നമ്മൾ പരസ്പരം കച്ചവടത്തിലൂടെ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് കൈമാറുന്ന പൈസ അത് കുഴപ്പമില്ല, അത് ഹലാലാണ്. വതീബുൻ നഫ്സി ഫലക്കും അന്തക്കുലു, അങ്ങനെ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് നിങ്ങൾ വാങ്ങുന്ന പൈസയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, അതിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. ഇതാ ബൊയ്സ ഔ അവിസ്തർ ഐ തദാലിക്ക ഹലാലുൻ അലൈക്ക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അതായത് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് കിട്ടുന്ന പൈസ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹലാലാണ്. വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങളെ തന്നെ കൊല്ലരുത്. ഇവിടെ നിങ്ങളെ കൊല്ലരുത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വൃത്തിക്കാബി മാ യുവദ്ദി ഇല ഹലാക്കിഹ, നിങ്ങളെ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രവർത്തനവും നിങ്ങൾ ചെയ്യരുത്. അയ്യാ ഖാന ഫി ദുനിയാവല്ലാഹിറ, ദുനിയാവിലോ. അപ്പോൾ നിങ്ങളെ സ്വന്തം നഫ്സിനെ കൊല്ലരുതെന്ന് പറഞ്ഞാൽ നിങ്ങളെ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രവർത്തനവും ചെയ്യരുത്. അയ്യാ ഖാന ഫി ദുനിയ, അത് ദുനിയാവിലാണെങ്കിലും വല്ലാഹിറ, ആഖിറത്തിലാണെങ്കിലും ശരി. അപ്പോൾ ദുനിയാവിൽ നിങ്ങൾ ഹലാക്കാവുന്ന പ്രവർത്തനങ്ങളിൽ എണ്ണീയിട്ടുണ്ട് പലപ്പോഴും. നമ്മൾ സിഗരറ്റ് വലിക്കുക, പുകയില ഉപയോഗിക്കുക, മയക്കുമരുന്ന് ഉപയോഗിക്കുക, ഇതൊക്കെ ഈ തലത്തിൽ വരുന്നതാണെന്ന് സയ്യിദ്നാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു തങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ദുനിയാവിൽ നമ്മളെ നാശത്തിലേക്ക് നയിക്കും. നമ്മൾ ശരീരത്തിനെ കൊല്ലുന്ന സാധനങ്ങളാണല്ലോ അത് പെട്ടെന്ന് കൊല്ലുമല്ലോ, കുറേ കാലം കഴിഞ്ഞ് നമ്മളെ കൊല്ലും. അപ്പോൾ അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്യരുത്. അതുപോലെ തന്നെ ആഖിറത്തിൽ നമ്മൾ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യരുത്. പരലോകത്ത് നമ്മളെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇപ്പം ഹറാമായ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. വലാ തഖ്തുലു അൻഫുസക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ അർത്ഥമുണ്ടെന്ന് ഈ കുറച്ച് കഴിഞ്ഞിട്ട് ബ്രൈനാസങ്ങളിൽ വിശദീകരിക്കാം. എൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊരാൾ കൊള്ളരുതെന്നാണ് അതിന് അർത്ഥം. അൻഫുസക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊല്ലരുതെന്ന് പറഞ്ഞാൽ മോമിനീങ്ങൾ ശരിക്കും ഒരു ശരീരത്തിനെ പോലെയാണെന്ന്. അപ്പോൾ നിങ്ങളെ കൊല്ലരുതെന്ന് പറഞ്ഞാൽ വേറൊരു മുസ്ലിമിനെ കൊല്ലരുതെന്നാണ് ആ പറഞ്ഞതിൻ്റെ സാരം എന്നും അതിന് അഭിപ്രായമുണ്ട്. അപ്പോൾ ഒന്ന് നമ്മളെ തന്നെ കൊല്ലലാണ്, ആ ദുനിയാവിൽ നമ്മളെ കൊല്ലുന്ന കാര്യങ്ങളാണെങ്കിലും ആഖിറത്തിൽ കൊല്ലുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അതിനർത്ഥം മറ്റുള്ള ആളെയും കൊല്ലലാണ് എന്നും വരുന്നു. ഇന്നല്ലാഹു കാന ബിക്കും റഹീമ, അള്ളാഹു തീർച്ചയായും കരുണയുള്ളവനാണ്. ഫീ മനഇഹി ലക്കും മിൻ ദാലിക, എന്തുകൊണ്ടാണ് കരുണയുള്ളവനാണെന്ന് പറയാൻ കാരണം ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് നിരോധിച്ചത് നമ്മളോടുള്ള കരുണ കൊണ്ടാണ്. നമ്മൾ വിചാരിക്കുന്നത് അള്ളാഹ് എന്തിനാ അതൊക്കെ നിരോധിച്ച്? പണ്ടൊരാൾ പറഞ്ഞ പോലെ നല്ലതൊന്നും നമുക്ക് പറ്റൂലല്ലോ എന്ന് പറഞ്ഞാൽ അത് ഒരാൾ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയല്ല, അള്ളാഹു നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നിരോധിച്ച് എന്തിനാണ്? നമ്മളെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ പിടിച്ചു പറയും ഇതൊക്കെ പിന്നെ അള്ളാഹു അനുവദിക്കുകയായിരുന്നെങ്കിലോ. പിന്നെ അതുപോലെ തന്നെ ആത്മഹത്യയും അതുപോലെ നമ്മൾ ശരീരത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇവിടെ ലോകത്ത് അനുവദിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ഇന്ന ആൾക്കാരൊക്കെ വിവാഹം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ, അവരല്ലാതെ ബാക്കിയുള്ളവർക്ക് വിവാഹം ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മക്കും മക്കൾക്കും അതുപോലെ സഹോദരന്മാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം ചെയ്യാനൊക്കെ അള്ളാഹു അനുമതി കൊടുക്കുകയായിരുന്നെങ്കിലോ അത് ഭയങ്കര വലിയ പ്രശ്നത്തിലേക്ക് വഴി തളിക്കും. നമുക്കിവിടെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ സമാധാനവും സന്തോഷവും ഒക്കെ ഇവിടെ നിലനിർത്തുന്ന ഒന്നാണ് ഈ നിയമങ്ങൾ. അപ്പോൾ അള്ളാഹു ഈ നിയമങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് എന്തിനാ? അപ്പോൾ അള്ളാഹു ഈ നിയമങ്ങളൊക്കെ എന്തിനാണ് വെച്ചത്? നമ്മളോടുള്ള ഒരു കാരണം കൊണ്ടാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. ഇനി ഇതിൻ്റെ ഇമാം റാജി തങ്ങളുടെ തഫ്സീറിന് വന്ന ഭാഗങ്ങൾ, അതിൻ്റെ അറബി ഞാൻ വായിക്കുന്നില്ല, നേരെ സമയം നഷ്ടപ്പെടേണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അർത്ഥം മാത്രം വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ
ഭക്ഷിക്കുന്നതിനെ പ്രത്യേകം പരാമർശിച്ചു. അള്ളാഹു പറഞ്ഞു ലാ താക്കുലു, നിങ്ങൾ തിന്നരുതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തിന്നരുന്നത് മാത്രമാണ് പ്രശ്നം. ഞാൻ പൈസ ഉപയോഗിച്ചിട്ട് ഒരു കാറ് വാങ്ങിയ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. നമ്മൾ പൈസ ഉപയോഗിച്ച് ഒരു വീടുണ്ടാക്കിയ പ്രശ്നം, തിന്നരുതെന്നല്ലേ അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. അപ്പോൾ അള്ളാഹു താല ഇവിടെ ഭക്ഷിക്കുന്നതിനെ പ്രത്യേകം പരാമർശിച്ചു. യഥാർത്ഥത്തിൽ അന്യായമായ മാർഗത്തിലൂടെയുള്ള എല്ലാവിധ കൈകാര്യങ്ങളും നിഷിദ്ധമാണ്. നമ്മൾ അന്യായമായ മാർഗത്തിലൂടെ നമ്മൾ എന്ത് പൈസ വാങ്ങിയാൽ അതൊക്കെ നിഷിദ്ധമാക്കപ്പെട്ടതാണ്, ഒക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇവിടെ നമ്മളോട് ഭക്ഷിക്കുന്നതിന് മാത്രം പരാമർശിച്ചത് എന്തുകൊണ്ടാണ്? സമ്പത്തിൻ്റെ പ്രധാന ഉദ്ദേശം ഭക്ഷിക്കുക എന്നതായതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത് നമ്മൾ പറയല്ലേ, ആൾക്കാരോടൊക്കെ പറയില്ലേ, നമ്മളിവിടെ ഹലാൽ നമുക്ക് അവകാശപ്പെട്ട ഒന്നല്ലാതെ നമ്മൾ തിന്നൂല നമുക്ക് പറഞ്ഞു. അതിനടുത്ത് തിന്നൽ മാത്രമാണ്, കുടിക്കലില്ലേ, വീടുണ്ടാക്കലില്ലേ, കാറ് വാങ്ങലില്ലേ, മൊബൈൽ വാങ്ങലില്ലേ, ഇതൊക്കെ ഇല്ലേ. പക്ഷെ അതൊക്കെ വരും. അതിനർത്ഥം ഭക്ഷിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഭക്ഷണമാണ് പ്രധാനമായി നമ്മുടെ പണി, അതുകൊണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കിയൊക്കെ അതിൽ വരും. അപ്പോൾ ഈ അന്യായമായ രൂപത്തിൽ നമ്മൾ ഒരു കാര്യം, ഒരു പൈസ വാങ്ങരുത്. ആ പൈസ കൊണ്ട് നമുക്കൊരു ഗുണം ചെയ്യില്ല. നമ്മൾ വാങ്ങേണ്ടത് എല്ലാവരും തൃപ്തിയോട് കൂടിയായിരിക്കണം. ഇനി രണ്ടാമത് ഇവിടെ നിങ്ങളെ വധിക്കരുതെന്ന് പറഞ്ഞല്ലോ അല്ലാഹു. വലാ തഖ്തുലൂ അൻഫുസക്കും, നിങ്ങൾ പരസ്പരം കൊല്ലരുതെന്ന് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലരുതെന്ന് പറഞ്ഞല്ലോ. അൻഫുസക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊല്ലരുതെന്നാണല്ലോ. നിങ്ങളെ തന്നെ വധിക്കരുത് എന്ന് ഇവിടെ പ്രയോഗിച്ചത് വിശ്വാസികൾ ഒരൊറ്റ ആത്മാവിനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വാക്യം കൊണ്ടാൽ മുഅ്മിനീന കനഫ്സിൻ വാഹിദൻ വിശ്വാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങൾ ഒരു നഫ്സിനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളെ വധിക്കരുതെന്ന് പറഞ്ഞത്. അതായത് നിങ്ങൾ പരസ്പരം സമ്പത്തിന് വേണ്ടിയിട്ട് കച്ചറ കൂടരുത്, കൊലപാതകം നടത്തരുത് എന്നാണ് പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം. അതുപോലെ അറബികൾ അവരിൽ ചിലരെങ്കിലും കൊല്ലപ്പെട്ടാൽ പറയാറുണ്ട്, കഅബയുടെ രക്ഷിതാവാണ് സത്യം, ഞങ്ങൾ കൊന്നിരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നാൽ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നാണ് പറയുക. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരൊറ്റ ശരീരമാണ് എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടായത് കൊണ്ടാണ്. കാരണം അവരിൽ ചിലരെ കൊല്ലുന്നത് അവരെ മുഴുവൻ കൊല്ലുന്നതിന് തുല്യമാണ്. പിന്നെ അള്ളാഹുവിലും അവൻ്റെ അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് പോലും അമിതമായ ദുഃഖവും ഉപദ്രവവും കാരണം ചിലപ്പോൾ മരണം അതിനേക്കാൾ എളുപ്പമാണെന്ന് തോന്നിയേക്കാം. അതുകൊണ്ടാണ് പല മുസ്ലിമീങ്ങളും ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് വിലക്കിയതിൽ പ്രയോജനമുണ്ട്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് വലാ തഖ്തുലൂ അൻഫുസക്കും എന്ന് പറയുന്നതിൽ ഒരു ഉദ്ദേശം നമ്മൾ ആത്മഹത്യ ചെയ്യരുതെന്ന് തന്നെയാണ്. നമ്മൾ സ്വയം കൊല്ലരുത് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. കാരണം അങ്ങനെ മുഅ്മിനീങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നാം. ഇപ്പം നമുക്ക് ഒരു വിവാഹം നടത്തി ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ, മക്കളും തമ്മിൽ പ്രശ്നങ്ങൾ, എനിക്ക് ഇനി ജീവിക്കേണ്ട, ഞാൻ മരിക്കാൻ പോവാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞാൽ, ഇനിയൊക്കെ ജീവിക്കേണ്ട, എനിക്ക് മടുത്തോ ജീവിതം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതുപോലെ മക്കളെ കൊണ്ട് അവർ ഭാര്യയും ഭർത്താവും മക്കളും കുടുംബവും, അല്ലെങ്കിൽ വലിയ ജോലി ഉണ്ടായിരുന്നു, കുറേ കടം വാങ്ങിയിരുന്നു, ജോലിയൊക്കെ നഷ്ടപ്പെട്ടു, ഒരുപാട് ലക്ഷങ്ങൾ കോടികൾ കടായി, എനിക്ക് ഇനിയൊന്നും ജീവിതം മടുത്തു, ഇനി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോടാണ് അള്ളാഹ് പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളൊരിക്കലും നിങ്ങളെ കൊല്ലാൻ നിങ്ങൾക്ക് അവകാശമില്ല. നിങ്ങളെ കൊല്ലാൻ നിങ്ങൾക്ക് ജീവൻ നൽകിയ അള്ളാഹാണ്. ആ ജീവൻ എടുക്കാൻ അള്ളാഹുക്ക് മാത്രമേ അധികാരമുള്ളൂ. നിങ്ങളെ കൊല്ലാൻ നിങ്ങൾക്ക് അധികാരമില്ല. അതിന് ശിക്ഷ വിശ്വാസങ്ങൾ പറഞ്ഞ ആരെങ്കിലും ഒരാൾ സ്വന്തം ആത്മഹത്യ ചെയ്താൽ അവൻ എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത് അതുകൊണ്ട് അള്ളാഹു നാളെ പരലോകത്ത് അവന് ശിക്ഷിക്കുന്നതാണ്. എങ്ങനെയാണോ ഒരാൾ തൂങ്ങിയാണ് മരിക്കണമെങ്കിൽ അവൻ്റെ പരലോകത്തെ ശിക്ഷ നിരന്തരം തൂക്കിലേക്ക് ഏറ്റപ്പെടുക എന്നുള്ളതായിരിക്കും. ഒരാൾ കൈമുറിച്ചിട്ടാണ് മരിക്കണമെങ്കിൽ അയാളെ ശിക്ഷ നാളെ പരലോകത്ത് ആ കൈമുറിച്ച് ഇങ്ങനെ മരിക്കലായിരിക്കും. മരിക്കുക, വീണ്ടും ജീവിക്കുക, വീണ്ടും കൈമുറിക്കുക, മരിക്കുക, അങ്ങനെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരിക്കലും എന്ത് തന്നെ അവസ്ഥയിലാണെങ്കിലും ആത്മഹത്യ ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. ഈ ആത്മഹത്യ പലപ്പോഴും ഉണ്ടാവുന്നത് എന്തുകൊണ്ട്? നമ്മൾ ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ടാണ്. അല്ലെ നമുക്ക് ആത്മഹത്യ ചെയ്യാനും തോന്നുന്നില്ല. നമ്മളെ ജീവിതം എന്തിനാണ്? നമ്മളാകെ ചിലപ്പോൾ നമ്മളെ ഭാര്യനെയും മക്കളെയും വരമേൽപ്പിച്ച് അവരാണ് നമ്മളെ ജീവിതം വിചാരിച്ച് നടക്കുന്നുണ്ടാവും. നമ്മളെ ഭാര്യ ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോവുകയോ മക്കൾ വേറെന്ത് ആവുകയോ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഇനി ജീവിതം അടുത്തുവാനും മരിക്കുക. ഭാര്യയും അതുപോലെ തന്നെ ഭർത്താവിലായിരിക്കും അവരുടെ ജീവിതം സമർപ്പിച്ചിട്ടുണ്ടാവില്ല, മക്കളായിരിക്കും ജീവിതം സമർപ്പിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ മരിക്കുക. ചിലർക്ക് മക്കൾ ഉണ്ടാവാത്തത് കൊണ്ട് മരിക്കുന്നവരുണ്ട്, ചിലർ മക്കൾ ഉണ്ടായതുകൊണ്ട് മരിക്കുന്നവരുണ്ട്, ചിലർ കടം കയറിയിട്ട് മരിക്കുന്നവരുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? അവർ ദുനിയാവിലേക്ക് നോക്കിയത് കൊണ്ടാണ്. ആദ്യമേ ഒരു ദുനിയാവിലേക്ക് നോക്കിയിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. ഇനി ഉണ്ടായി, ഇതൊക്കെ സംഭവിച്ചു, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനിയും ദുനിയാവിലേക്കുള്ള നോട്ടം ഒഴിവാക്കുക വേണ്ടത്.
അവർ ദുനിയാവിനൊന്നും കിട്ടൂല എന്ന് വിചാരിച്ചിട്ടാണ് ഒരു മടുത്തിട്ട് ഒരു മരിക്കുന്നത്. ദുനിയാവിൻ്റെ സുഖം ഇനി കിട്ടൂലല്ലോ, നിൻ്റെ സുഖമൊക്കെ നഷ്ടപ്പെട്ടില്ലേ. അങ്ങനെ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച ഒരാളെ കുറേ കാലം കഴിഞ്ഞാൽ 4-5 മക്കളൊക്കെ ഉണ്ടായി. അയാൾ എന്നിട്ട് വളരെ മോശപ്പെട്ടവനാണെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ആ മക്കളൊക്കെ മോശപ്പെട്ടവരാണെന്ന് മനസ്സിലായി. കുറേ കടം വന്നു. ഈ പെൺകുട്ടി പറയാം ഞാൻ ആത്മഹത്യ ചെയ്യട്ടെ എന്ന് പറഞ്ഞതിൻ്റെ സാരെന്താ? ആ പെൺകുട്ടി ചിന്തിക്കുന്നത് ഇനി എനിക്ക് സന്തോഷം വരാനില്ല, ഇനിയിപ്പോൾ ഞാൻ ജീവിക്കണം എന്തിനാണെന്നാണ്. അവിടെ അർത്ഥം, അവിടെയും ആ പെൺകുട്ടി ഉദ്ദേശിക്കുന്നത് ദുനിയാവിലെ നന്മ തന്നെയാണ്, ദുനിയാവിൽ എന്തൊക്കെയോ ഗുണം കിട്ടുക, സന്തോഷം കിട്ടുക എന്നുള്ളതാണ്. ആ സന്തോഷം നഷ്ടമാകുമ്പോൾ ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയും ആ ഒരു ഘട്ടത്തിലും നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ ദുനിയാവിലെ സന്തോഷമല്ല നമുക്ക് വലുത്, അള്ളാൻ്റെ അടുത്തുള്ള സന്തോഷമാണ്, ആഖിറാണ് വലുത് എന്ന് മനസ്സിലാക്കി അവൾ ജീവിക്കാൻ തയ്യാറാണോ? അങ്ങനെ നമ്മൾ ക്ഷമിച്ചാൽ, ആ കഷ്ടപ്പാടുകൾ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അള്ളാഹു ദുനിയാവിൽ തന്നെ നമുക്ക് സഹായിക്കും. ഇനി സഹായം നൽകിയില്ലേ, പരലോകത്ത് അള്ളാഹു വലിയ പ്രതിഫലം നൽകും. അതുകൊണ്ട് നമുക്കൊരിക്കലും നമ്മളെ നഫ്സിനെ കൊല്ലാനുള്ള അധികാരമല്ല. മറ്റൊരു അർത്ഥം ഇതിനുണ്ട്. നിങ്ങൾ മരണശിക്ഷ അർഹിക്കുന്ന പ്രവർത്തനം ചെയ്യരുതെന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരു ഇസ്ലാമിക ഭരണകൂടത്തിലാണെങ്കിൽ നമ്മൾ വേറെ ആളെ കൊലപാതകം ചെയ്താൽ നമ്മളെ കൊല ചെയ്യൽ നിർബന്ധമാവും ഭരണാധികാരിക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, വേറെ ആളെ കൊലപാതകം ചെയ്യുന്ന രൂപത്തിൽ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യരുത്, കാരണം അത് നമ്മളെ കൊല്ലുന്നതിന് കാരണമാവും. അതുപോലെ ദീൻ ഒഴിവാക്കുക, വിവാഹിതനായ ശേഷം വ്യഭിചാരം എന്നിവ പോലുള്ള നമ്മൾ ചെയ്യരുത്. പിന്നീട് അള്ളാഹു തൻ്റെ ദാസന്മാരുടെ കരുണയുള്ളവനാണെന്നും അവൻ്റെ കാരുണ്യം കാരണമാണ് കഷ്ടപ്പാടുകളോ പരീക്ഷണങ്ങളോ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അവനെ വിലക്കിയതെന്നും അവൻ വെളിപ്പെടുത്തി. ബനൂ ഇസ്രായേലിയരോട് സ്വയം കൊല്ലാൻ കൽപ്പിച്ചത് അവരുടെ പാപങ്ങൾക്ക് പാശ്ചാത്താപവും ശുദ്ധീകരണവുമായിട്ടാണെന്ന് അഭിപ്രായമുണ്ട്. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹമേ, നിങ്ങളോട് അള്ളാഹു കരുണയുള്ളവനായതുകൊണ്ട് അത്തരം കഠിനമായ കർത്തവ്യങ്ങൾ നിങ്ങളെ ചുമത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ വലാ തഖ്തുലൂ അൻഫുസക്കും എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ സ്വയം കൊല്ലരുത്. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹത്തിനോട് അള്ളാഹു കൊല്ലാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ പരസ്പരം കൊല്ലുക എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പരസ്പരം കൊല്ലാൻ അവരോട് പറഞ്ഞ എന്തിനായിട്ടാണ്? അവർ ചെയ്ത പാപങ്ങൾ കൊണ്ടാണ്. ഞാൻ പലപ്പോഴും ആ ആയത്ത് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. നമ്മളോട് അള്ളാഹുവിൻ്റെ ഖലീഫ പറയാണ്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും കൊല്ലണം എന്നൊന്നും പറയണ്ട. പരസ്പരം നിങ്ങൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം നമ്മളോട് ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി, അതുപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കുള്ളൂ. മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് പറഞ്ഞാൽ നിങ്ങൾ ആ സമൂഹത്തിനോട് പറയണം പരസ്പരം വാളെടുത്ത് കൊല്ലാൻ. എന്നിട്ട് അവർ ചെയ്തു. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മൾ ആ പ്രവർത്തനത്തെ ഇങ്ങനെ ചിന്തിക്കും, നമ്മൾ യുക്തി കൊണ്ട് ചിന്തിക്കും, ഇത് ശരിയാണോ അല്ലേ, ഇത് നമുക്ക് പറ്റണാണോ, ഇത് ഇസ്ലാമൊന്നും ഇങ്ങനെയൊന്നും പറയൂല, ഇസ്ലാം അങ്ങനത്തെ ഒന്നല്ല എന്നൊക്കെ എന്നിട്ട് നമ്മൾ യുക്തി കൊണ്ട് ചിന്തിച്ച് ശരിയാണോ എന്ന് നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു രീതി. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് പറഞ്ഞു സ്വന്തം മോനെ അറക്കണമെന്ന്. നമ്മളോടാണെങ്കിലും പറഞ്ഞെങ്കിൽ നമ്മൾ അതുകൊണ്ട് ഇസ്ലാമിനെ വിലയിരുത്തും. അതുകൊണ്ട് ഇസ്ലാം ശരിയല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ ഖലീഫ ശരിയല്ല എന്നായിരിക്കും നമ്മൾ വിലയിരുത്തൽ. അപ്പം ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് അള്ളാഹു കൽപ്പിച്ചാണോ നിങ്ങൾ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അത്രയായിരുന്നു അവരുടെ വിശ്വാസം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിനൊക്കെ നമ്മളെ യുക്തി കൊണ്ടും നമ്മൾ സാമുദായിക ഇവിടെയുള്ള സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റം കൊണ്ടൊക്കെ അങ്ങോട്ട് വിലയിരുത്തും. എന്നിട്ട് അത് ശരിയാണോ അങ്ങോട്ട് ചെയ്യും. അള്ളാഹു അവൻ്റെ വിശ്വാസങ്ങൾ പറഞ്ഞാൽ ശരിയാണ്, അതാണ് നമ്മൾ നിയമം എന്ന് നമ്മൾ വിചാരിക്കില്ല. എല്ലാ വിഷയത്തിലും അതെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ നിയമം തന്നെ നമ്മുടെ നാട്ടിലെ ലിബറലിസ്റ്റുകളും അതുപോലെ തന്നെ മോഡേണിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും അങ്ങനെ തുടങ്ങിയ ഇസ്റ്റുകൾ മുഴുവൻ പറഞ്ഞത് കേട്ട് നമ്മൾ ജീവിതം സജ്ജമാക്കിയാൽ നമ്മുടെ ദീൻ നമുക്ക് നഷ്ടപ്പെടും. ആ ദീൻ നമുക്ക് നഷ്ടപ്പെട്ടാൽ ഖബറിലും പരലോകത്തും ഒന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അവിടെ നമ്മളിത് ഈസ്റ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ അള്ളാഹിൻ്റെ ആളുകളാണെങ്കിൽ രക്ഷപ്പെടുള്ളൂ. അപ്പം ഇവിടെ ഈ ഈസ്റ്റുകളൊക്കെ പലതും പറയും, അങ്ങനല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പലതും നമ്മൾ ചെയ്യുന്നത് ഇസ്ലാമിന് നേരെ വിരുദ്ധമായ കാര്യങ്ങളായിരിക്കും. അത് നമ്മൾ അറിയലുണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതൊക്കെ നമ്മൾ നേരെ വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമാണോ, നമുക്കൊരു അവകാശവും ആവശ്യമില്ല. നമ്മളതാ ചിന്തിക്കേണ്ടത്. നമുക്കൊരു അവകാശവും ആവശ്യമില്ല, നമുക്കൊരു യുക്തി ആവശ്യമില്ല, ഒന്നും വേണ്ട. അള്ളാഹ് കൽപ്പിച്ചതാണെന്നും വിശ്വാസങ്ങൾ പഠിപ്പിച്ചതാണെന്നും വിശ്വാസങ്ങളും ഇമാമിയങ്ങളും പഠിപ്പിച്ചൊരു കാര്യമാണോ, ഈ ഉമ്മത്തിൽ ഐക്യപ്പെട്ടൊരു വിഷയമാണോ, അതിനെതിരാവാൻ നമ്മൾ ഒരിക്കലും തയ്യാറാകരുത്. അത് അങ്ങനെ വന്നാൽ നമ്മൾ ചെയ്തിരിക്കും. അത് എന്താണെങ്കിലും ശരി, അങ്ങനെ ആയിരിക്കണം നമ്മുടെ നിലപാട് ഏത് വിഷയത്തിലും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ മക്കളെ കൊല്ലാനത്തെ നമ്മളോടിപ്പോൾ പറഞ്ഞാൽ നമ്മൾ സംശയിച്ചിരിക്കും, നമ്മൾ ആ ദീനെ തന്നെ സംശയിക്കും. അങ്ങനെ ഉണ്ടാവരുത്. നമ്മൾ മക്കളെ കൊല്ലാൻ അള്ളാഹ് പറഞ്ഞു എന്ന് കരുതുക, കൊല്ലണം. പക്ഷേ അള്ളാഹിൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹ് ഈ ഉമ്മത്തിനെ വിശ്വാസങ്ങൾ ഉമ്മത്തിനോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അള്ളാഹിൻ്റെ റഹ്മത്ത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനോട് പരസ്പരം പാപങ്ങൾക്ക് വേണ്ടി കൊല്ലാൻ പറഞ്ഞിട്ടില്ല.
ഈ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി തന്നെ ഒരു സമുദായത്തിൽ മുൻകഴിഞ്ഞ സമുദായത്തിൽ സംഭവിച്ചൊരു കാര്യം വിശ്വാസം എണ്ണി പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? അന്യായമായ ഒരു മത്സ്യത്തിനെ ഭക്ഷിച്ചു, മത്സ്യത്തിനെ എടുത്തു. അപ്പോൾ ഈ മത്സ്യം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പൊടിച്ചുകൊണ്ടിരിക്കുകയും മത്സ്യത്തിന് അള്ളാഹു ജീവൻ നൽകുകയും മത്സ്യം ഇയാളെ കയ്യിൽ കടിക്കുകയും ചെയ്തു. അല്ല പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുമ്പോ ഞാൻ ഓർക്കുന്നില്ല കറക്റ്റ് എന്താണെന്ന്. അപ്പോൾ കടിച്ചു. ആ കടി എന്നാലും ആ ഭക്ഷണം അയാൾ കഴിച്ചു. ഈ കടി കാരണം അയാളെ വിരലൊരു പൗപ്പ് വന്നു. അങ്ങനെ ആ പൗപ്പ് കാരണം വിരൽ വെട്ടേണ്ടി വന്നു. കുറേ കഴിഞ്ഞ് വെട്ടി ലാസ്റ്റ് അയാളുടെ കൈ മുഴുവൻ വെട്ടേണ്ടി വന്നു. അപ്പോൾ എന്താണ് ഈ കാരണം എന്ന് ആ കാലത്തെ ഒരു മഹാനോട് ചോദിച്ചപ്പോൾ ആ മഹാൻ പറഞ്ഞു, നീ അപഹരിച്ച നിനക്ക് അവകാശപ്പെടാത്ത ഒന്ന് കഴിച്ചത് കൊണ്ടാണെന്ന്. അങ്ങനെ അത് ആരുടെ നിന്നാണോ അപഹരിച്ച് അവരോട് പൊരുത്തം ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ പൊരുത്തം ചോദിച്ചതിൻ്റെ പേരിലാണ് പിന്നീട് അയാൾക്ക് അവിടെ നിന്ന് അങ്ങോട്ട് അയാളുടെ ശരീരം കട്ട് ചെയ്യാണ്ട് രക്ഷപ്പെട്ടത്. നമ്മൾ ഈ കാലഘട്ടത്തിൽ അള്ളാഹു നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മളൊക്കെ അങ്ങനെ കട്ട് ചെയ്യാൻ അള്ളാഹു തീരുമാനിച്ചാലേ നമ്മളെ ഒരു ശരീരത്തിലൊരു അവയവവും ബാക്കിയുണ്ടാവില്ല. കാരണം അത്രയും നമ്മൾ ഇന്ന് അന്യായമായ സ്വത്തുക്കൾ അപഹരിച്ച് തിന്നുകൊണ്ടേയിരിക്കുക. നമുക്കൊരു ഈ പൈസ എവിടുന്നാണ് വരുന്നത്? നമ്മൾ 10,000 ഉണ്ട് ഇങ്ങോട്ട് കൊണ്ടുത്താൻ നമ്മൾ പറയുള്ളൂ. ഈ 10,000 എവിടുന്നാണ് വരുന്നത് നമ്മൾ ചോദിക്കുന്നതന്നെയല്ല. ചോദിച്ചാലല്ലേ അത് അത് ഹറാമാണോ ഹലാലാണോ എന്നൊക്കെ പരിശോധിച്ച് നമുക്ക് ചെയ്യേണ്ടത്. ഇത് ചോദിക്കുന്നതന്നെയല്ല നമ്മളൊരാളോട് ഇത് എവിടുന്നാണ് പൈസ വരുന്നതെന്ന്. നമ്മളങ്ങനെ എടുത്ത് തിന്നുതന്നെ. ഇതാണ് നമ്മുടെ രീതി. അങ്ങനെ തിന്നാൽ ആ പൈസ വരുന്നത് അപഹരിച്ച സ്വത്തുക്കളാണെങ്കിൽ ആ അപഹരിച്ച സ്വത്തിന് മുഴുവൻ നമ്മുടെ ശരീരത്തിന് തന്നെ പ്രശ്നം ഉണ്ടാവുന്ന. മറ്റു ഉമ്മത്തിൽപ്പെട്ട മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെ നിയമമുണ്ട്. അവർ തെറ്റുകൾ ചെയ്താൽ അവർ കട്ട് കഴിഞ്ഞാൽ അവിടെ കൈ മുറിക്കപ്പെടണം, നജസായാൽ ആ ഭാഗം ഒഴിവാക്കപ്പെടണം എന്നൊക്കെ തുടങ്ങി ഭയങ്കര കഠിനമായ നിയമങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അവർ പാലിക്കുകയും ചെയ്തിരുന്നു എന്നുള്ള രസം. പാലിക്കാത്തവർ അള്ളാഹു ശിക്ഷിക്കുകയും ചെയ്തു ദുനിയാവ് തന്നെ. എന്നാൽ നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ നിയമം തന്നെയല്ല. എന്നിട്ടും നമുക്ക് അള്ളാഹു വെച്ചിട്ടുള്ള എളുപ്പമായ നിയമത്തിന് പോലും നമ്മൾ ചോദ്യം ചെയ്യുന്ന അവസ്ഥ. പല എളുപ്പമായ നിയമങ്ങൾ പോലും നമുക്ക് പ്രയാസമൊന്നുമില്ലാതെ നമ്മളെ ഈഗോൻ്റെ പേരിൽ അതിന് വരെ നമ്മൾ ചോദ്യം ചെയ്യും. ഇതൊക്കെ എന്താ എങ്ങനെ എന്ന്. അള്ളാഹു കാക്കട്ടെ. അതിന് മറ്റു നബിമാർക്ക് കൊടുത്ത നിയമങ്ങളാണ് നമ്മൾ ഈ കാലത്ത് നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മളിൽ 99% മുസ്ലിമുകൾ തന്നെ ആവില്ല. അള്ളാഹു കാക്കട്ടെ. ഇപ്പോൾ നമ്മൾ സ്വത്തുക്കളെ വിഷയത്തിൽ സ്വത്ത് സംവരിക്കുമ്പോൾ അതിന് ഉത്തരവാദി ഭർത്താവാണ് ശരിക്കും. ഭർത്താവിനോട് ഇത് സൂക്ഷിക്കാൻ പറയണം. പക്ഷേ ഭർത്താവ് സൂക്ഷിക്കുന്നില്ല, നമുക്കറിയാം. പരമാവധി സൂക്ഷിക്കുന്നുണ്ടെന്ന് ഏകദേശം ഒരു ബോധ്യമൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. ഭർത്താവ് അത് ഹറാമാണെന്ന് ബോധ്യപ്പെട്ടാൽ, കൊണ്ടുവരുന്ന ഹറാമാണ് നമുക്ക് ബോധ്യപ്പെട്ടാൽ അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അത് ബോധ്യമല്ല, നമുക്ക് ഏകദേശമൊക്കെ തോന്നുന്നത് അത് ഹലാലാണെന്നാണ്. എന്നാൽ പിന്നെ എന്നും ഇങ്ങനെ പോയിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന 1000 എവിടെ നിന്നൊന്നും 500 എവിടെ നിന്നൊന്നും ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അത് അപകടമാണ്. ഏകദേശമൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക. എല്ലാം നമുക്ക് ഉറപ്പില്ല സാഹചര്യത്തിൽ ഇത് ഹറാമാണെന്ന് തോന്നുന്നുണ്ട് അത് നമുക്ക് ഉപയോഗിക്കുക. ആ പൈസ എനിക്ക് വേണ്ട കേട്ടോ എന്ന് പറയാം, നിങ്ങൾ തന്നെ ഉപയോഗിച്ചോളി എന്ന് പറയാം. ഇൻസാനു ലാ യതഖാലബു അല ദുനിയ ഫയകൂനു ഹരീസൻ. ഒരു മനുഷ്യൻ ദുനിയാവിൽ അത്യാഗ്രഹിയായിട്ട് പരസ്പരം പോരാടരുത്. ദുനിയാവിനോടുള്ള ആഗ്രഹം മൂത്തിട്ടേ പരസ്പരം നമ്മളെന്തിനാ പോരാടുന്നത്? പലപ്പോഴും തല്ലൂടുന്നൊക്കെ എന്തിനാ? സ്വത്തിൻ്റെ പേരിൽ. ഇപ്പോൾ നടക്കാത്ത നമുക്കൊന്ന് നമ്മുടെ കുടുംബത്തിലൊക്കെ എന്നും നടക്കുന്ന സാധനമല്ല ഈ സ്വത്തിൻ്റെ മുകളിലൊക്കെ ഉള്ള തല്ലൂടൽ. ആങ്ങൾമാരും പെങ്ങന്മാരും സഹോദരന്മാരും തമ്മിൽ തല്ലൂടുക, അമ്മയും മക്കളും തമ്മിൽ തല്ലൂടുക. എന്തിനു വേണ്ടി? സ്വത്തിനു വേണ്ടി. ഒരിക്കലും മഹാന്മാർ പറഞ്ഞു കാണാം, അനന്തര സ്വത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എത്ര വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമോ അത്രയും വിട്ടുവീഴ്ച ചെയ്തോളൂ, കുഴപ്പമില്ല. അതിനർത്ഥം ഫസ്റ്റ് തന്നെ നിങ്ങളെല്ലാം കൊടുത്തോളി എന്ന് അറിയില്ല. അങ്ങനെയല്ല കേട്ടോ. ആദ്യം നമ്മൾ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ പറയുക. പിന്നെ ആങ്ങളമാരും ഇവരൊക്കെ വാശി പിടിക്കുന്നുണ്ട് എനിക്കിതേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്ന് കരുതുക. എന്നാൽ പിന്നെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തേക്കുന്നതാണ് നല്ലത്. കാരണം സ്വത്തിൻ്റെ മുകളിൽ എത്ര നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നോ ആ വിട്ടുവീഴ്ച ചെയ്ത് മിച്ചം വന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സാധനം ഉണ്ടല്ലോ, അതായിരിക്കും ഏറ്റവും ബർക്കത്തുള്ളത്. വല്ലാഹി സുമ്മ വല്ലാഹി ഏറ്റവും ബർക്കത്തുള്ള ലാസ്റ്റ് സ്വത്തായിരിക്കും. എന്നാൽ പിടിച്ച് വാങ്ങിയ സാധനം ഉണ്ടല്ലോ അതിനൊരു ബർക്കത്തും ദുനിയാവിലും ഉണ്ടാവില്ല, ആഖിറത്തിലും ഉണ്ടാവില്ല. ഒരു ഗുണവും അതിനെക്കൊണ്ട് കിട്ടില്ല. അവരുടെ അടുത്ത് തന്നെ അത് നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഇൻസാനു ലാ യതഖാലബു അല ദുനിയ ഫയകൂന ഹരീസൻ. ദുനിയാവിനോടുള്ള ആർത്തി മൂർത്തിട്ട് പരസ്പരം നിങ്ങൾ പോരാടരുത്. അല ദുനിയാബ് ഹൈസു ലൗ ഫഖദ. എത്രത്തോളം തന്നാൽ
ബിഹൈസു ലോ ഫഖദ, നിങ്ങൾക്കത് നഷ്ടപ്പെട്ടാൽ മാലഹു അതിൻ്റെ സ്വത്ത് നഷ്ടപ്പെട്ടാൽ ഖതല നഫ്സഹു, നിങ്ങൾ മറ്റൊരാളെ കൊല്ലുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങളൊരു രണ്ട് പേര് തമ്മിൽ സ്വത്തിൻ്റെ തർക്കമായി, അല്ലെങ്കിൽ എന്തൊരു പൈസൻ്റെ വിഷയത്തിലായി എന്തെങ്കിലും തർക്കം വന്നു. അപ്പോൾ ഒരാൾക്ക് സ്വത്ത് നഷ്ടപ്പെടും, മറ്റേ ആൾ വാങ്ങുന്നൊക്കെ തോന്നിയാൽ അങ്ങനെ ഓൻ വാങ്ങുക, ഓനങ്ങനെ അതുകൊണ്ട് ജീവിക്കേണ്ട, ഓനതുകൊണ്ട് സന്തോഷിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഓനെ കൊല്ലുന്നൊരവസ്ഥ നമ്മൾ നമ്മൾ നാട്ടിലൊക്കെ സാധാരണമായി കാണുന്നൊരു കാര്യമല്ലേ. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഫൈന്നമൻ ഖതല നഫ്സഹു ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരെങ്കിലും ഈ രൂപത്തിൽ നഫ്സിനെ കൊന്നാൽ, ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാൽ, ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗം ഹറാമാക്കിയിട്ടുണ്ട്. ഔ ലാ തഖ്തുലു അൻഫുസകും ലാ തർതഖിബു ഷൈഅൻ യുഅദ്ദി ഇലൽ ഹലാക്ക്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരർത്ഥം അൻ ലാ തഖ്തുലു അൻഫുസകും, നിങ്ങളെ സ്വന്തത്തിനെ കൊല ചെയ്യരുത്. ലാ തർക്കബു ഷൈഅൻ യുഅദ്ദി ഇലൽ ഹലാക്ക്, നിങ്ങളെ തന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ പാടില്ല. അതിലിപ്പോൾ നമ്മൾ സിഗരറ്റ് വലിക്കുന്നത്, അതുപോലെ അങ്ങനത്തെ മോശമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളെ തന്നെ നശിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഹറാമ് ചെയ്യുക, ആ ഹറാമിൻ്റെ ശിക്ഷ നമ്മളെ കൊല്ലുന്നതാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ മറ്റൊരാളെ കൊലപാതകം ചെയ്താൽ, അല്ലെങ്കിൽ ഒരു സ്വതന്ത്രരായ പെണ്ണിനെ വിഭജിച്ചാൽ നമുക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് നമ്മളെ കൊല ചെയ്യലാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനങ്ങൾ ചെയ്യരുത്. ഫസറഹ ഇതിന് മറ്റൊരു തഫ്സീറുണ്ട്. അമ്രുബിന് ആസ്രദിയാണ് ഇതിന് മറ്റൊരു തഫ്സീർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഹീന കാമ വഖ്തു സഹർ, അവിടുന്ന് സുബീൻ്റെ സമയത്ത് എഴുന്നേറ്റു. വസ്തദ്ദ അലൈഹിൽ ബർദു, അവിടുത്തെ അന്നത്തെ തണുപ്പ് ഭയങ്കര കഠിനമായി. എത്രത്തോളം കഠിനമായി എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അവരിങ്ങനെ അതുകൊണ്ട് ഒതെടുത്താൽ അവർക്ക് ശരീരത്തിന് എന്തോ സംഭവിക്കുന്ന പോലെ അത്ര തണുപ്പ്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ തണുപ്പില്ല. നമ്മൾ കഴിഞ്ഞിപ്പോൾ ഒതെടുക്കാൻ തണുപ്പുണ്ടായിട്ട് ഇതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. നമ്മുടെ നാട്ടിൽ തണുപ്പല്ല ഉദ്ദേശിക്കുന്നത്, അതായത് ഇങ്ങനെ ഐസും കട്ട പോലത്തെ തണുപ്പ്. ആ തണുപ്പിൽ ഒതെടുത്താൽ മരിച്ചു പോകുമെന്ന് തോന്നുന്നൊരു തണുപ്പ്. തയമ്മ, അപ്പോൾ അവിടുന്ന് എന്ത് ചെയ്തു? തയമ്മും ചെയ്തു. വസല്ല, എന്നിട്ട് നിസ്കരിച്ചു. വഖാല, അദ്ദേഹം പറഞ്ഞു, അള്ളാഹു യഖൂൽ, അള്ളാഹു പറഞ്ഞു, വലാ തഖ്തുലു അൻഫുസകും, നിങ്ങളെ തന്നെ കൊല ചെയ്യരുത് എന്നുള്ള പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒതെടുക്കാതിരുന്നത്, തയമ്മും ചെയ്തത്. അപ്പം അങ്ങനെ ഈ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഉദൂറിന് പകരം തയമ്മും ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദറൂറത്തിൽ ഇതൊക്കെ പറ്റുന്ന കാര്യങ്ങളാണ് എന്ന് ഇതിന് വ്യാഖ്യാനമുള്ളതായിട്ട് അമ്ർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വഖാല ആദ തവീലു ബൈന യദൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഒരു വ്യാഖ്യാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വെക്കപ്പെട്ടു. വമാ അൻകറ അലിയ, റസൂലുള്ളാഹി അത് നിരാകരിച്ചിട്ടില്ല. വഖീല ഇന്ന ഖതലൻ നഫ്സി ഹുവ തഅല്ലുഖുഹാ ബിദുനിയ വഹരിസു അലൈഹ. അപ്പോൾ ഇവിടെ നഫ്സിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ദുനിയാവിനോടുള്ള ബന്ധവും അതിനോടുള്ള അത്യാഗ്രഹവും ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്യരുത്. കാരണം അല്ലേ അന്ന ദുനിയ അബ്നാഉഹ അല്ലദീനി യസ്തഖിലൂന ഫി ബിഹാ ലാ ബുദ്ദ തഖ്തുലുഹും അൻ ആഖിരിഹിം. കാരണം ദുനിയാവിനോടുള്ള നിങ്ങളെ കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ദുനിയാവിനോടുള്ള ആർത്തി മൂർത്ത അതിൽ കൂടരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ദുനിയാവ് അതിൻ്റെ മക്കളെ എന്തായാലും കൊലപാതകം ചെയ്യും. നമ്മൾ എന്ത് ഉദ്ദേശത്തിലാണോ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നത്, കുറേ പൈസ ഉണ്ടാക്കാനാണ്, കുറേ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, കുറേ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, ഇതിനു വേണ്ടി മാത്രം നമ്മൾ ജീവിക്കണമെന്ന് കരുതുക. അങ്ങനെയാണ് നമ്മൾ ജീവിക്കണമെങ്കിൽ അത് നമ്മളെ കൊല ചെയ്യും. അതായത് ആ സ്വത്തുക്കൾ ഉണ്ടാക്കുന്നതിൻ്റെ പരിശ്രമത്തിൽ നമ്മളില്ലാണ്ടാവും. നമ്മൾ പെണ്ണുങ്ങളാണ് നമ്മളെ ജീവിതം എന്ന് വിചാരിച്ച് നടന്നാൽ ആ പെണ്ണുങ്ങളെ കൊണ്ട് നമ്മളില്ലാണ്ടാവും. നമ്മൾ മക്കളാണ് നമ്മുടെ ജീവിതം എന്ന് വിചാരിച്ചാൽ മക്കളെ കൊണ്ട് നമ്മളില്ലാണ്ടാവും. ദുനിയാവിൻ്റെ മക്കളെ ദുനിയാവ് കൊലപാതകം ചെയ്യും. അപ്പോൾ നമ്മളൊരിക്കലും ദുനിയാവിൻ്റെ മക്കളാവരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ് വിശദീകരിക്കുന്നത്. ഇനി ഇതിനൊരു സംഭവം ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഉദ്ധരിക്കുകയാണ് ഒരു ചരിത്രം. കാരണം ഈസാ അലൈഹിസ്സലാം ആയിരുന്നു മുസാഫിറൻ മാഹു യഹൂദിയൻ യദ്ദഇ അന്നഹു ആമന ബിഹി. ഈസാ നബി അലൈഹി സ്വലാമിനെ വിശ്വസിച്ചിരുന്ന ഒരു യഹൂദിയായ ഒരാളുണ്ടായിരുന്നു, ജൂതനായ ആൾ. ആ ജൂതൻ്റെ കൂടെ ഈസാ നബി അലൈഹി സ്വലാം യാത്ര ചെയ്യുകയായിരുന്നു. വാഹദ ഈസാ സലാസ ഹുബ്സാത്തിൻ. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് 3 കുബൂസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ,
ഹുബുസ് ഉണ്ടായിരുന്നു, റൊട്ടി കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. ഹമ്മല ഹൽ യഹൂദിയ, അത് ആ യഹൂദീനോട് കൈ പിടിക്കാൻ പറഞ്ഞു. ഫലമ്മ താല സഫറു, അങ്ങനെ യാത്ര അങ്ങ് മുന്നോട്ട് പോയപ്പോൾ സറക്കൽ യഹൂദിയ വാഹിദത്തൻ, ആ ജൂതൻ എന്ത് ചെയ്തു, അതിൽ നിന്ന് ഒന്നെടുത്ത് കഴിച്ചു, തിന്നു, കട്ടെടുത്ത് തിന്നു. മിൻഹ വാക്കലഹ, എന്നിട്ട് അദ്ദേഹം കട്ടെടുത്ത് തിന്നു. ഫലമ്മ ഇന്തസഫ നഹാർ, അങ്ങനെ പകുതിയായപ്പോൾ, യാത്ര ചെയ്ത് പകുതിയായപ്പോൾ, ദാ ഈസാ കാലലഹു, അദ്ദേഹത്തെ വിളിച്ച് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ആതീന ആമ, അങ്ങനെ ഞാൻ നേരത്തെ തന്ന ഭക്ഷണം ഉണ്ടല്ലോ അത് കൊണ്ടുവരും, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കൊണ്ടുവരും എന്ന് പറഞ്ഞു. ഫാത്ത ഹുബുസത്തൈൻ, അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നത് 2 ഹുബുസാണ്, 2 റൊട്ടി കഷ്ണം അദ്ദേഹം കൊണ്ടുവന്നുള്ളൂ. കാലലഹു ഈസ, അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിനോട് പറഞ്ഞു, അയിന സാലിസ, എവിടെ മൂന്നാമത്തെ എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാറായിത്തുഹ, ഞാനത് കണ്ടിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. അദ്ദേഹം തിന്നിട്ടുണ്ട്, ആ യഹൂദി തിന്നിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ കണ്ടില്ല, എനിക്കറിയില്ല പറഞ്ഞു. അക്സമ അന്നഹു മാറ അൽ ഹുബുസ സാലിസത്തൻ, അദ്ദേഹം ആണയിട്ട് സത്യം ചെയ്ത് പറഞ്ഞു, ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ, ആ മൂന്നാമത്തെ റൊട്ടി ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് സത്യം ചെയ്ത് പറഞ്ഞു. ഫമറ വസാലുൻ, അങ്ങനെ ആ വഴിയിലൂടെ ഒരു മാൻപേട കടന്നുപോയി. കാലലഹു ഈസ, അപ്പോൾ ഈ യഹൂദിനോട് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, കൊല്ലി ഹാദൽ ഗസാലി യഅ്തിനി, ആ മാൻപേടയോട് എൻ്റെ അടുത്തേക്ക് വരാൻ പറയൂ. ഉല്ലഹു അജിബ് റൂഹുല്ല ആയിട്ടുള്ള ഈസാ നബി അലൈഹി സ്വലാമിന് ഉത്തരം ചെയ്ത് എൻ്റെ അടുത്തേക്ക് വരാൻ ആ ഒരു മാൻപേടയോട് പറയൂ എന്ന് പറഞ്ഞു. ഫഖാലലഹു യാ ഗസാല അജിബ് റൂഹുല്ലാ, അപ്പോൾ ആ യഹൂദി ആ മാൻപേടയോട് പറഞ്ഞു, അല്ലയോ മാൻപേടെ, അള്ളാഹിൻ്റെ റൂഹ്, അതായത് ഈസാ നബി അലൈഹി സ്വലാം നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഫാത്തൽ ഗസാലു, അപ്പോൾ ആ ഒരു മാൻപേട കടന്നു വന്നു. വഇൽത്തജ, അവിടെ നിന്ന് ആ മാൻപേട എന്നിട്ട് കിടന്നു കൊടുത്തു, ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിങ്ങനെ കിടന്നു കൊടുത്തു. കാലലഹു, അപ്പോൾ ആ യഹൂദിനോട് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇസ്ബഹ്, അതിനെ അറുക്കാൻ പറഞ്ഞു. ഫദബഹ, അങ്ങനെ യഹൂദി അദ്ദേഹത്തിന് ആ മാൻപേടയെ അറുത്തു. കാലലഹു ഔഖിദ്, എന്നിട്ട് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു തീ കത്തിക്കാൻ പറഞ്ഞു. നാറൻ, തീനെ കത്തിക്കാൻ പറഞ്ഞു. ഫൗഖദ നാറൻ, അദ്ദേഹം തീ കത്തിച്ചു. ഫശവ, അങ്ങനെ അതിന് പൊരിച്ച്, ഷവായ എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന ശവ, അപ്പോൾ അതിനെന്ത് ചെയ്യും, ആ തീയിലിങ്ങനെ പിടിച്ചെടുത്തു. ഫാക്കല, എന്നിട്ട് അവർ തിന്നു. ഫലമ്മാക്കല, അവർ തിന്നു കഴിഞ്ഞതിന് ശേഷം, ഹത്താശബിയ, വയറ് നിറച്ച് തിന്നു കഴിഞ്ഞതിന് ശേഷം, ഖാലലഹു ഈസ, ആ മാൻപേടയോട്, ബാക്കിയുള്ള മാൻപേടൻ്റെ മുള്ളല്ല, മാൻപേടൻ്റെ ഇതുണ്ടാവില്ല, കുറച്ച് ഇറച്ചിയും എല്ലും ഒക്കെ ഉണ്ടാവില്ലേ, അതിനോടും ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, കുംബീദിനില്ല, അള്ളാഹിൻ്റെ സമ്മതത്തോടു കൂടി എഴുന്നേറ്റ് പോവുക. ഫഖാം വദഹബ, അങ്ങനെ ആ മാൻപേട മുഴുവൻ മാൻപേടയായി മാറി എഴുന്നേറ്റ് പോയി. കാലൽ യഹൂദിയു, അപ്പോൾ യഹൂദിയായ മനുഷ്യൻ പറഞ്ഞു, ഹാദാ അജബുൻ, ഇത് വളരെ അത്ഭുതകരമാണല്ലോ. കാലലഹു, അപ്പോൾ യഹൂദിനോടും ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ബിഹക്കിമം ഫഅലലന ഹാദാ ഐനൽ ഹുബ്സത്തു സാലിസ, ഇതൊക്കെ ചെയ്തത് നീ കണ്ടില്ലേ, ആരാണോ ഇത് ചെയ്തത് അവൻ്റെ, അതായത് അള്ളാഹുവിനാണ് സത്യം ചെയ്ത് പറ, മൂന്നാമത്തെ റൊട്ടിയോടെ എടുത്ത്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിനെ അറിയാം ഇദ്ദേഹമാണ് എടുത്തതെന്ന്, പക്ഷേ ഇദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കണം. ഇദ്ദേഹം ഞാൻ എടുത്തു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് അതിനൊരു അത്ഭുതം കാണിച്ചു കൊടുത്തു. ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റൂട്ടോ അള്ളാഹിൻ്റെ സമ്മതത്തോടു കൂടി, ഞാൻ എൻ്റെ കാര്യം, എൻ്റെ ഉള്ളിലുള്ള കാര്യം എനിക്കറിയാം, അങ്ങനെയാണെങ്കിൽ പറയും ആരാണ് എടുത്തതെന്ന് ചോദിച്ചു. ഈ കാര്യം കാണിച്ചു കൊടുത്തു. നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക, നമ്മളൊക്കെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈമാൻ അത്ര ഉണ്ടെങ്കിൽ നമ്മൾ പറയും, ഇനി പറയേണ്ട ആവശ്യമില്ല, എനിക്കറിയാം, ഞാൻ തന്നെയാണ് എടുത്തതെന്ന് പറയൂലേ. അങ്ങനെ ഈ കാര്യം ചെയ്ത അള്ളാഹുവിനാണായിട്ട് പറ, ആരാ മൂന്നാമത്തെ ഹുബ്സ് എടുത്തതെന്ന് ചോദിച്ചു. കാല മാറയിത്തോ, പക്ഷേ അദ്ദേഹം പറഞ്ഞു മാറയിത്തോ, ഞാൻ കണ്ടിട്ടില്ല. ഫതഹബ, അങ്ങനെ അവർ മുന്നോട്ട് പോയി. വസലൈല ബഹരീൻ, അങ്ങനെ അവർ മുന്നോട്ട് പോയി യാത്ര ചെയ്തു. വസലൈല ബഹരീൻ, അങ്ങനെ അവരൊരു കടൽ തീരത്തെത്തി. കാലലഹു, അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിനോട് പറഞ്ഞു, ഹാദാ ബഹ്റുൻ അമാമന മാ റഅയു, നമ്മൾ മുമ്പിൽ ഇതാ ഒരു കടലാണ് കിടക്കുന്നത്, എൻ്റെ അഭിപ്രായം എന്താ, ഈ കടലിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. കാല, യഹൂദി പറഞ്ഞു, ഹാദാ ലാ നതജാവസു ഇല്ലാ ബിസ്സഫീനതി, വലിയൊരു കടലാണല്ലോ ഇത്, ഇതിനെ ഒരു കപ്പലില്ലാതെ നമുക്ക് മുറിച്ച് കിടക്കാൻ പറ്റൂല.
കാലലഹു. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തോട് പറഞ്ഞു, ആമുൽ ഐനേക്ക്, നിങ്ങൾ നിൻ്റെ 2 കണ്ണുകളും പൂട്ടാൻ പറഞ്ഞു. ആമുൽ ഐനേഹി, അങ്ങനെ അദ്ദേഹം 2 കണ്ണുകളും പൂട്ടി. ഫൈദാഹുമ വറാ അൽ ബഹർ, അങ്ങനെ അവർ ആ കണ്ണ് പൂട്ടിയ സമയത്ത് കടൽ മുറിച്ചു കിടന്നു. വതജാവസ് അൽ ബഹർ, അങ്ങനെ കടൽ അവർ മുറിച്ചു കിടന്നു. കാല, അപ്പം ഈസാ നബി അലൈഹി അപ്പം യഹൂദി പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ഹാദാ അജബുൻ, അള്ളാഹുവിന് എത്ര പരിശുദ്ധി, അള്ളാഹു എത്ര പരിശുദ്ധനാണ്, ഇതെന്തൊരു അത്ഭുതമാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. കാല ബിഹഖി മൻ ഫഅല ലനാ ഹാദാ ഐനൽ ഹുബസ്. അപ്പോൾ വീണ്ടും ഈസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, ഈ പ്രവർത്തനം ചെയ്ത അള്ളാഹു ആണ് സത്യം, ആ അള്ളാഹിനെ സത്യം ചെയ്ത് പറയേ, എവിടെ ആ 3ാമത്തെ റൊട്ടി എവിടെയെന്ന് ചോദിച്ചു. കാലമാർ ഐത്തഹ, അപ്പോഴും അയാൾ പറഞ്ഞില്ല. എന്ത്? അയാൾ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ മുന്നോട്ട് യാത്ര ചെയ്ത് മുന്നോട്ട് നീങ്ങി. വാജദ സാലിസബി ജിദാഫാത്തിമിന ദഹബ്, അങ്ങനെ അവർ കണ്ടെത്തി ഒരു സലാസ ജിദാഫാത്തിമിന ദഹബ്, ഈ ഒരു 3 കൂട്ടം സ്വർണത്തിൻ്റെ കൂന ഇങ്ങനെ കണ്ടു. നമ്മളിന്നൊക്കെ സ്വർണത്തിൻ്റെ ഒരു ചെറിയ തരി കിട്ടിയാൽ അത്രയും വില, അന്നും സ്വർണത്തിന് വില ഉണ്ട്, ഇന്ന് ഭയങ്കര വിലയാണ്. ഇന്ന് സ്വർണത്തിൻ്റെ കൂട്ടം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്വർണത്തിൻ്റെ കൂട്ടം കിട്ടിയിട്ട് തരാം, നിങ്ങളിത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ പറയാം, ആ കൂട്ടം കിട്ടിയേക്ക് അതിനിപ്പോൾ എവിടെ നിന്നാണ് നോക്കണ്ട, അത് കഴിഞ്ഞപ്പോൾ തൗബ നമുക്ക് വേറെ ചെയ്യാൻ അറിയും. അതായത് നമ്മളങ്ങനെയാണ് അതിനെ നിസ്സാരപ്പെടുത്തുക. അപ്പോൾ എത്രത്തോളം അത് ഈസിയാണ് അത്രത്തോളം അത് അതിൻ്റെ തൗബയും പ്രയാസവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ അങ്ങനെ ഈ സ്വർണത്തിൻ്റെ കൂട്ടം വന്നു, ഒരു 3 കൂമ്പാരം സ്വർണം അവിടെ കണ്ടു. ഫജലസ, അപ്പോൾ അവിടെ ഇങ്ങനെ അവരിരുന്നു. കാലലഹു ഈസ, അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിനോട് പറഞ്ഞു, ഹാദാ ഷൈഉം മിന ദഹബ് ലനാ നഖ്സിമുഹ ബൈനനാ, ഇത് സ്വർണത്തിൽ നിന്നൊരു കൂമ്പാരമാണല്ലോ, നമ്മൾ പരസ്പരം ഇതെന്ത് ചെയ്യുക, വീതിച്ചെടുക്കുക. ജുസ് അം ലീ, ഒരു വീതം എനിക്ക്, അന ജുസോൻ ലക്ക അൻത, എന്നിട്ട് ഒരു വിധം അനക്കും. മജുസുൻ ലിമൻ അക്കല ഹുബ്സത്തൻ, ഇനി ഒരു വിഹിതം ആർക്ക്, നമ്മളെ ആരാണോ നമ്മളെ റൊട്ടി തിന്നത് അവർക്കും. അപ്പോൾ കാലലഹു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാലലഹു അനല്ലതി അലത്തുഹ, ഞാനാണത് ചവച്ചരച്ച് തിന്നത് മാത്രമല്ല ചവച്ചരച്ച് തിന്നത് ഞാനാണ്, ഉറപ്പായിട്ട് ഞാനാണ് ചെയ്തത്. സ്വർണം കിട്ടുന്നതായപ്പോൾ ഉറപ്പായിട്ട് ഞാനാണ് ചെയ്തത്. നമ്മളാണോ പാപം ചെയ്ത് എനിക്കൊരു 10 കോടി റുപ്യ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് പാപം ചെയ്ത് അറിയും, ഒരു കുഴപ്പമുണ്ടാവില്ല. അതേപോലെ നമ്മളും ഇതേ സ്വഭാവം നമുക്കുണ്ടാവും. അനല്ലതി അലത്തുഹ, ഞാനാണ് അത് തിന്നത്. കാല ഈസ ഒഫിൻലക്ക, അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഒഫിൻലക്ക, കഷ്ടം തന്നെ എൻ്റെ കാര്യം. നീ ഈ ആയത്തുകൾ അത്ഭുതങ്ങളൊക്കെ കണ്ടില്ലേ, കൊല്ലുൻ, ഇതൊക്കെ കണ്ടല്ലോ. ലം യഹ്മിലുക്ക അല അൻ തസദ്ദഖു, അപ്പോഴൊന്നും നിനക്ക് സത്യസന്ധമായി പറയാൻ നിനക്ക് പറ്റിയില്ലല്ലോ, സത്യസന്ധത കാണിക്കാൻ അപ്പോഴൊന്നും എനിക്ക് പറ്റിയില്ലല്ലോ. അപ്പം ദുനിയാ തഹ്മിലുക്ക അല സദ്ഖ്, പക്ഷെ ദുനിയാവ് വന്നപ്പോൾ, ദുനിയാവ് കിട്ടുന്നതായപ്പോൾ സത്യസന്ധതയും, നമ്മൾ ഇനിയിപ്പോൾ മോശമായ കുഴപ്പമില്ല എന്ന് പറയലും ഒക്കെ ഒരു കുഴപ്പമില്ല, ഞാൻ കള്ളനായിക്കോട്ടെ കുഴപ്പമില്ല, എനിക്കിത് പൈസ കിട്ടിയാൽ മതി എന്നൊരു രീതിയായില്ലേ. ഹുദുൽ ഹിസാഫത്ത് കുല്ലഹ, എടുത്തു എൻ്റെ ഈ സ്വത്തൊക്കെ ഇത് കൊണ്ടുപോയി, എനിക്ക് വേണ്ട എന്നിട്ട് മുഴുവൻ, അതായത് ആ സ്വർണ്ണക്കുമ്പാരം മുഴുവൻ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. വദഹബ ഈസാ അൻഹു, അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം അവിടെ നിന്ന് യാത്ര തിരിച്ചു. ബഖിയ ജാലിസൻ ഇന്ദ ഹിദാഫത്തി ദഹബി, അങ്ങനെ ആ 3 കൂമ്പാരം സ്വർണത്തിൻ്റെ അടുത്തായ അദ്ദേഹം അങ്ങനെ ഇരുന്നു. ലായക്കദുറാൻ യഹ്മിലുഹ, അദ്ദേഹത്തിന് അത് ഏറ്റി പോകാൻ പറ്റുന്നില്ല. വലായക്കദുറാൻ ദഹബ അൻ യദ്ഹബ അൻഹ, അതിൽ നിന്ന് മാറിപ്പോകാനേ അദ്ദേഹത്തിന് പറ്റണില്ല. ഫജലസ ഇന്ദഹ ഫഖത്ത്, അവിടെ തന്നെ അദ്ദേഹം ഇരുന്നു. ഫലമ്മ ജന്നല്ലയിലു, അങ്ങനെ രാത്രിയായപ്പോൾ ജാ സലാസത്തു നഫിറൻ, അവിടേക്ക് 3 ആളുകൾ വന്നു. രാത്രിയായപ്പോൾ അയാളിങ്ങനെ അവിടെ എനിക്ക് കാവലിക്കുക. അപ്പോൾ അവിടേക്ക് വന്നു 3 ആളുകൾ, സലാസത്ത് നഫറിൻ, 3 ആളുകൾ വന്നു. ഫഖാലു, അവർ ചോദിച്ചു, മാ നഫൽ ഹാദ ഹുന, എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, എന്താ ചോദിച്ചു. കാല, അപ്പം അദ്ദേഹം പറഞ്ഞു, ഹാദാ ദഹബുൻ ലി, ഇതെൻ്റെ സ്വർണ്ണാണ്. വാന അജ്ലിസുഹുന അഹ്റസുഹു, ഞാൻ ഇതിൻ്റെ അടുത്ത് ഇരിക്കുന്നത് ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്.
ഫഖതലൂഹു വഅഖദുദ്ദഹബ, അങ്ങനെ ആ വന്ന ആൾക്കാർ എന്ത് ചെയ്തു? ഖതലൂഹു, അദ്ദേഹത്തിനെ കൊന്നു. വഅഖദുദ്ദഹബ, അങ്ങനെ അവർ ആ സ്വർണത്തിനെ കൈക്കലാക്കി. ഹും സലാസത്തു കുല്ലുഹും അഹദ ഹിസുഫൻ, അങ്ങനെ അവർ 3 പേരുണ്ടല്ലോ, അപ്പോൾ ആ 3 പേരും 3 ഭാഗങ്ങളായി വിധിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നു. വജലസു ഹത്ത സ്വബാഹൈൻ, അങ്ങനെ പിന്നെ രാവിലെ വരെ അവരവിടെ ഇരുന്നു. അലറ ബിഹിം ജൂവാൻ, പക്ഷെ അവർക്ക് ഭയങ്കരമായ ശക്തമായ വിശപ്പ് അനുഭവപ്പെട്ടു. കാലു, അതിലൊരാൾ പറഞ്ഞു നുർസില വാഹിദൻ മിന്നയില കറിയത്തിൻ, അങ്ങനെ ഒരാളെ പിന്നെ നമ്മളെ നാട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് യസ്രീരന ആമൻ, ഭക്ഷണത്തിന് വേണ്ടി പറഞ്ഞേക്കാന്ന് പറഞ്ഞു. നാക്കുലുഹോ ഫാർസലോ അഹദഹുമ, എന്നാൽ അതിൽ നമുക്ക് ഭക്ഷണം കഴിക്കാമല്ലോ, അങ്ങനെ നമ്മളുടെ ഒരാൾ പോയിക്കോട്ടെ, പിന്നെ നമുക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ വിട്ടു. ഫലമ്മ ദഹബൻ തശാവറ റജുലൈൻ, അങ്ങനെ ഒരാൾ എന്ത് ചെയ്തു? അതിൽ 3 പേരിൽ ഒരാൾ പിന്നെ നാട്ടിലേക്ക് പോയി ഭക്ഷണം വാങ്ങാൻ വേണ്ടി, 2 പേര് അവിടെ ബാക്കിയായി. അങ്ങനെ 2 പേര് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാൻ തുടങ്ങി. എന്തായിരിക്കും ചർച്ച? കാല ഇദാ അത ഫുലാനുൻ നഖത്തുലുഹു കബല അൻ നഖുല, അവർ പരസ്പരം ചർച്ച ചെയ്യാൻ തുടങ്ങി. എന്താ ചർച്ച ചെയ്തത്? അയാളെങ്ങാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അയാളെ കൊല്ലുന്നു കളയണം. എന്നിട്ട് പിന്നെ നാക്കൊലു കബല അൻ നോക്കാം, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അയാളെ കൊന്നു കളയണം. വയക്കബ ദഹബൽ എന്നാ നഹ്നു വൈസ്നെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി 2 പേർക്കും കൂടി ഇത് വീതിച്ചെടുക്കാം, നമുക്ക് കൂടുതൽ സ്വത്ത് കിട്ടല്ലോ എന്ന് പറഞ്ഞു. വലമ്മ ദഹബ ഹുവ ഇല സൂക്കൈ ഇസ്തറാത്തു ആമൻ, അങ്ങനെ മറ്റേ ആൾ പിന്നെ അങ്ങാടിയിലേക്ക് പോയില്ലേ സാധനങ്ങൾ വാങ്ങാൻ, ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട്. അയാൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു അജാൽ ഫി സുമ്മൻ, ഞാൻ എന്ത് ചെയ്യട്ടെ? ഇതിലേക്ക് വിഷം കലർത്തട്ടെ. ഇതാ അക്കലഹു സാഹിബായ, എൻ്റെ കൂട്ടുകാരൊക്കെ ഇത് കഴിച്ചാൽ യമൂത്താനി, അവർ എല്ലാവരും മരിച്ചു പോകും. വയബുക്ക ദഹബലി, അപ്പോൾ അങ്ങനെ സ്വത്തൊക്കെ എനിക്ക് കിട്ടുമല്ലോ എന്ന് അയാൾ വിഷം കലർത്താൻ തീരുമാനിച്ചു. വജാല സമ്മും ഫിത്തു ആമി, അങ്ങനെ അദ്ദേഹം ഈ ഭക്ഷണത്തിൽ വിഷം കലർത്തി. ആദയില റജുലൈനി, അങ്ങനെ ഈ 2 കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നു. ഫലമ്മ വദഅത്തു ആമ ഖതലഹു ഹീനൻ, അങ്ങനെ അവർ ഭക്ഷണമായിട്ട് വന്ന സമയത്ത് ഉടനെ ഈ 2 പേരും കൂടി ആ ഭക്ഷണം കൊണ്ടുവന്ന അയാളെ കൊന്നു. വാക്കല ഫമാതായിദൻ, അങ്ങനെ ആ ഭക്ഷണത്തിൽ നിന്ന് ഇവർ 2 പേരും കഴിക്കുകയും ചെയ്തു, അവരും മരിച്ചു. ഫറജാ ഈസാ വജദ അർബഅത മൗതൻ കുല്ലുഹും ഇൻദ ദഹബ്, അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോണ്ട് ഈ സ്വർണ്ണ കൂമ്പാരത്തിൻ്റെ ചുറ്റുഭാഗത്ത് 4 പേര് മരിച്ചു കിടക്കും. കാല ഹാ കഥാ ദുനിയാ, അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇതാണ് ദുനിയാവിൻ്റെ അവസ്ഥ. തഫലുബി ഔലാദിഹ, ദുനിയാവിൻ്റെ ആളുകളോട് ചെയ്യുന്ന അവസ്ഥ അതാണ്. ദുനിയാവിൻ്റെ പിന്നാലെ നടന്നാൽ അത് അവനെ കൊന്നുകളയും. നമ്മളൊക്കെ ആ കൊലപാതകത്തിൻ്റെ പിന്നെ ഇരകളാണ്. നമ്മളൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പലതും നഷ്ടപ്പെട്ട് അതിൻ്റെ ടെൻഷനിലും പ്രയാസത്തിലും ആകെ ബുദ്ധിമുട്ടാണ് എനിക്ക്, എൻ്റെ അവരിങ്ങനല്ല, ഇത് പ്രശ്നമാണ് അത് പ്രശ്നമാണ്, ഈ പറയുന്നത് എന്താ? കടം കൊണ്ട് കടങ്ങനെ കയറി കുമിഞ്ഞുകൂടി ആകെ ജീവിതം താറുമാറായി എന്നൊക്കെ പറയും. എന്തുകൊണ്ടായി കടം കുടിഞ്ഞുകൂടിയത്? പലപ്പോഴും കടം കുമിഞ്ഞുകൂടുന്നത് നമ്മൾ ആർത്തി കൊണ്ടാണ്. നമുക്ക് നോർമലായി ജീവിച്ചാൽ മതിയായിരുന്നു, അപ്പോൾ പറ്റൂല. കുറേ പൈസ കൊണ്ട് കിട്ടണം, ലക്ഷക്കണക്കിന് പൈസ കിട്ടണം, എന്നിട്ട് നമുക്ക് ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട് 1000 രൂപ വരുമാനമുള്ളത് നമുക്ക് 10000 രൂപ വരുമാനമാക്കാൻ നോക്കും, 1 ലക്ഷം 10 ലക്ഷം ആക്കാൻ നോക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ കൊടുക്കും. ലാസ്റ്റ് കുറേ കടം വാങ്ങും, ലാസ്റ്റ് കടങ്ങളൊന്നും വീട്ടാൻ പറ്റാതാവും. എന്തൊക്കെയോ ബിസിനസ് തുടങ്ങും, ഒരു കണ്ടീഷനും ഇല്ലാതെ. അതൊക്കെ പൊട്ടിപ്പോവും, ലാസ്റ്റ് വലിയ കടക്കാരാവും. എന്നിട്ട് കടക്കാരായിട്ട് പറയും എൻ്റെ ജീവിതത്തിൽ മുഴുവൻ കടാണ്. എന്താ ഈ കടത്തിലേക്ക് നമ്മൾ എത്തിച്ചെന്താ? നമ്മൾ ആർത്തി. നമ്മൾ എന്നിട്ട് ഒരു വീട് വെച്ചിട്ടുണ്ടാവും, ചെറിയ വീടായിരിക്കും, നമുക്ക് വലിയ വീട് വേണം, ലോണൊക്കെ എടുത്ത് വലിയ വീട് വെക്കും. ഈ ചെറിയ വീട്ടിൽ നമുക്ക് പെട്ടാൽ മതിയായിരുന്നു, അങ്ങനെ തൃപ്തിപ്പെടില്ല. എൻ്റെ അയൽവാസികൾക്ക് വലിയ വീടാണ്, കുടുംബക്കാർക്ക് വലിയ വീടാണ്, നമ്മളും വലിയ വീട് വെക്കണം, വീട് വെച്ചാൽ മതിയോ, അങ്ങനെ കുറേ കടം വാങ്ങും. അതിൻ്റെ കടത്തിൻ്റെ മുകളിൽ പിന്നെ കുറേ ടെൻഷൻ അടിക്കും. അതുപോലെ നമ്മൾ ദീൻ നോക്കൂല, പിന്നെ വെറും ദുനിയാവും സൗന്ദര്യവും ഒക്കെ കണ്ട് മാത്രം കല്യാണം കഴിക്കും. കല്യാണം കഴിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ വരും. അത് ദീനില്ലാത്ത ആളായതോടെ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരും. അങ്ങനെ ആ പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് പറയും, ഇയാളെ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടായി, ഈ പെണ്ണിനെ കൊണ്ട് ബുദ്ധിമുട്ടായി. എന്താ ഈ ബുദ്ധിമുട്ടാകാൻ തുടക്കം തന്നെ നമ്മൾ ദീൻ നോക്കിയിട്ടില്ല. ഈ ദീൻ നോക്കിയിട്ടുണ്ട്, ആ പെണ്ണോ ആ ചെക്കനോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ പോലും അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. ദീൻ നോക്കിയിട്ടില്ലേ, അവരെന്ത് ആയാലും ശരി നമുക്ക് സംരക്ഷണം കിട്ടില്ല. അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടാവും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ അതിനെപ്പറ്റി കുറ്റം പറയാം അള്ളാഹിനോട്. എന്താ എനിക്ക് ഒന്നും സമാധാനമില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ താറുമാറായി നിൽക്കുകയാണ്. നമ്മൾ എന്ത് അടിസ്ഥാനത്തിൽ അവരൊക്കെ കല്യാണം കഴിച്ചത്? കുറേ സൗന്ദര്യവും പൈസയും ഇല്ല വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടായിരിക്കും അങ്ങനെ താറുമാറാവും.
അതുപോലെ തന്നെ ആയിരിക്കും നമ്മളെ മക്കളെ വിഷയത്തിൽ നമ്മൾ അവർ ദീനുണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടാവില്ല, അതവ് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല. നമ്മളവർക്ക് ദുനിയാവ് കൊടുത്തു, കുറേ പൈസ ഉണ്ടാക്കാനും അതും ഇതും. നമ്മളവരെ പരിശീലിപ്പിക്കേണ്ട, അതവ് പഠിപ്പിക്കേണ്ട, ശിക്ഷിക്കേണ്ട സമയത്തൊന്നും നമ്മൾ ശിക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ കുറേ വലുതായി അവരെന്തൊക്കെ തോന്നിയാസികളായി നടന്ന് അതിൻ്റെ പേരിൽ എൻ്റെ മക്കളൊക്കെ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ട് അതിന് നമ്മൾ ടെൻഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, ഈ ടെൻഷനുകളൊക്കെ നമ്മൾ ഉണ്ടാകുന്ന നമ്മൾ ദുനിയാവിന് പിന്നാലെ പോയോണ്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇനി പഴയതൊന്നും മാറ്റാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടുന്ന് അങ്ങോട്ട് അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുക. അപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ആ അള്ളാഹ് ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് നമുക്ക് ദുനിയാവ് തന്നെ ചിലപ്പോൾ വിടുതൽ തരും, അല്ലെങ്കിൽ ആഖിറത്തിൽ തരും. നമ്മൾ ഇനിയെങ്കിലും അതിൽ നിന്ന് പിന്നാലെ പോകുന്നത് ഒഴിവാക്കുക. ദുനിയാവിൻ്റെ പിന്നാലെ പോകരുത്. എന്നാൽ അതിനർത്ഥം ദുനിയാവൊന്നും ആസ്വദിക്കാൻ പാടില്ല എന്നല്ല. അള്ളാഹു ഹലാലാക്കിയതൊക്കെ ആസ്വദിക്കുക, അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ പിന്നാലെ പോകരുത്. പിന്നാലെ പോകുന്നതൊക്കെ നമുക്ക് പ്രയാസം ഉണ്ടാക്കും. അതൊക്കെ നമ്മൾ കൊന്നുകളയും, ദുനിയാവൊന്നും ആഖിറത്തിന് കൊന്നുകളയും. അതുകൊണ്ടാണ് ഹാക്കഥ ദുനിയാ, അതാണ് ദുനിയാവിൻ്റെ അവസ്ഥ. തഫ്അലു ബിൽ ഔലാദിഹ, അത് ആ ദുനിയാവ് അതിൻ്റെ ഔലാദുകളെ, അതിൻ്റെ മക്കളെ കൊന്നുകളയും. വലാ തഖ്തുലു അൻഫുസക്കും, അതുകൊണ്ടല്ല അള്ളാഹ് പറഞ്ഞ ലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങളെ സ്വന്തം നഫ്സിനെ കൊല്ലരുതിട്ടാ. നിങ്ങൾ നഫ്സിനെ കൊല്ലരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദുനിയാവിൻ്റെ പിന്നാലെ നടന്നിട്ട് ഇത്തിബാ ദുനിയാവിൻ്റെ പിന്നാലെ നടന്നിട്ട് നിങ്ങൾ നഫ്സിനെ കൊല്ലരുതിട്ടാ. ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, കാരണം തീർച്ചയായും അള്ളാഹു റഹീമാണ്, കാരുണ്യവാനാണ്. ബിമനഅഹി ലക്കും മിൻ ദാലിക, ഈ കാര്യങ്ങൾ നിങ്ങളോട് വിലക്കിയത് കൊണ്ട്, ഇത് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് നമ്മൾ കാരുണ്യവാനായതാ. അതിന് ആ വിലക്കുകൾ എങ്ങാൻ അള്ളാഹ് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ അടിച്ച് പിരിയായിരുന്നു, പ്രശ്നങ്ങൾ മാത്രം, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമായിരുന്നു. അമൻ യഫ്അൽ ദാലിക, ആരെങ്കിലും ഈ പ്രവർത്തനങ്ങൾ ചെയ്താൽ, മാ നുഹിയാൻഹു, എന്ത് പ്രവർത്തനങ്ങൾ അള്ളാഹ് വിലക്കിയ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്താൽ, ഉദ്വാനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രമിച്ചുകൊണ്ട്, തജാവുസലിൽ ഹലാല് ഹറാമൊന്നും നോക്കാതെ അതിനെ അതിക്രമിച്ചുകൊണ്ട് ആരെങ്കിലും പ്രവർത്തനം ചെയ്താൽ, ദുൽമൻ, അതുപോലെ മറ്റുള്ള ആളെ ഉപദ്രവിക്കുക, അവരോട് അനീതി കാണിക്കുക, അല്ലെങ്കിൽ ദുൽമൻ സ്വന്തത്തിനോട് അനീതി കാണിക്കുക. ഇവിടെ ദുൽമൻ തന്നെ സ്വന്തത്തിനോടാണെന്നുള്ള വ്യാഖ്യാനമുണ്ട്. അതുകൊണ്ട് ദുൽമൻ നല്ല സ്വന്തത്തിനോട് അനീതി കാണിച്ചിട്ടും മറ്റുള്ളവരുടെ വിഷയത്തിൽ ഉദ്വാൻ അതിക്രമിച്ചിട്ടും നിങ്ങൾ പ്രവർത്തിച്ചാൽ, ഫസൗഫ നുസ്ലീഹി നാറൻ, നിങ്ങളെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും, എന്തായാലും പ്രവേശിപ്പിക്കപ്പെടും. വഖാനദാലിക അലല്ലാഹി യസീർ, അള്ളാഹിന് അത് സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഇൻ തജ്തനിബു കബായിറ മാ തൻഹൂന അൻ, ഇനി നിങ്ങൾ വർജിച്ചാൽ, കബായിറ മാ തൻഹൂന അൻ, അള്ളാഹ് വിലക്കിയ കാര്യങ്ങൾ, വൻതെറ്റുകൾ നിങ്ങൾ ഒഴിവാക്കിയാൽ, വഹിയ മാ വറദ അലൈഹി വഈദുൻ, ആ വൻതെറ്റുകൾ എന്താ? മാ വറദ അലൈഹി വഈദുൻ, അള്ളാഹു താക്കീത് ചെയ്ത തെറ്റുകളാണ്. കൽ ഖത്ൽ, ഏതുപോലെ? കൊല്ലുന്നത് പോലെ, വസ്ജിന, വ്യഭിചാരം ചെയ്യുന്നത് പോലെ, സരിഖ, ഇത് കളവ് നടത്തുന്നത് പോലെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തങ്ങളുടെ അഭിപ്രായത്തിൽ ഹിയ ഇലാ സബാമിയാത്തി അഖറബ്, അത് 700ഓളം വരുന്ന തെറ്റുകളാണ്. നമ്മൾ വൻതെറ്റുകൾ എന്ന് പറഞ്ഞാൽ ഏണ്ണാണ്, അത് ഇന്നതാണ്. വൻതെറ്റുകളുടെ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഏണ്ണാന്നുള്ള അഭിപ്രായമാണ് പ്രബലം. ആ ഏണ്ണത്തിൽ ഇന്നതാണെന്നുള്ളതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇനി അത് 7 അല്ല 70 എന്നുള്ള അഭിപ്രായമുണ്ട്, അല്ല 700 അഭിപ്രായമുണ്ട്, അല്ല അള്ളാഹു പറഞ്ഞ എല്ലാ തെറ്റുകളും വൻതെറ്റുകളാണെന്ന് പറഞ്ഞ അഭിപ്രായമുണ്ട്. അങ്ങനെയൊക്കെ അഭിപ്രായങ്ങളുണ്ട്. പിന്നെ വേറൊരു അഭിപ്രായമുണ്ട്, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത നമ്മളിതിൻ്റെ ആത്മീയമായ വീക്ഷണങ്ങൾ പറയുമ്പോൾ നമ്മൾ വിശദീകരിക്കുക. അത് ഭയങ്കര രസകരമായൊരു വിശദീകരണമാണ്. അപ്പോൾ നമുക്ക് തെറ്റ് ശരി മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇൻഷാ അല്ലാഹ് ഇബ്നു അജീബ് തങ്ങൾ അത് വിശദീകരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ റൂഹുൽ ബയാൻ വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ച് പറയാം. ഭയങ്കര രസകരമാണ്. അത് എന്തായാലും നിങ്ങൾ കേൾക്കാൻ മറക്കരുത്. അപ്പോൾ ഉലമാക്കളുടെ ബാഹ്യമായ ഉലമാക്കളുടെ ഈ വിഷയത്തെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് 7 അല്ലെങ്കിൽ അത് 3 എന്നൊക്കെയുള്ള അഭിപ്രായമുണ്ട്. അത് 700 എന്നൊരു അഭിപ്രായമുണ്ട്. വഹിയല സബാമിയത്തിന്, അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അഭിപ്രായം. അത് വളരെ വീക്കായ അഭിപ്രായമാണെന്നാണ് പല ഉലമാക്കളും പറഞ്ഞത്, 700 അഭിപ്രായം. നൊക്കഫിറാൻകും സയ്യാത്തിക്കും, അപ്പോൾ ആരെങ്കിലും ഈ വലിയ തെറ്റുകൾ ഒഴിവാക്കിയാൽ അള്ളാഹു ചെറിയ തെറ്റുകൾ അവന് പുറത്തു കൊടുക്കും. ഇന്നല്ലാഹു യഗ്ഫിറു സആഇറ ബിജ്തിനാബി കബായിറ, അപ്പോൾ ഈ വൻ തെറ്റുകളിൽ നിന്ന് മാറുന്നത് കൊണ്ട് അള്ളാഹു ചെറുതെറ്റുകൾ പുറത്തു കൊടുക്കും. വനുദ്ഖിലുഹും മുദ്ഖലൻ കരീമ, എന്നിട്ട് അവനെ അള്ളാഹു പ്രവേശിപ്പിക്കും. മുദ്ഖലൻ കരീമ, ഒരു പവിത്രമാക്കപ്പെട്ട സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുക. ആയതാണ് അത് സ്വർഗമാണ്. അൽ കബായിർ ഖാലു ഇന്നഹ തഅദ്ദു ഇലാ സബഅമിഅത്തിൻ, അപ്പോൾ വൻതെറ്റുകൾ എന്ന് പറയുന്നത് 700 എന്നൊരു അഭിപ്രായമുണ്ട്. സോയില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു
ഇതിനെക്കുറിച്ച്. ഇജ്തനിബുൽ മൂക്കിബാത്തു സബാ, പ്രസവാസങ്ങൾ പറഞ്ഞു ഇജ്തനിബുൽ മൂക്കബാത്തു സബാ, പിന്നെ വൻതെറ്റുകൾ നമ്മൾ വർജിക്കേണ്ട ഏറ്റവും വലിയ തെറ്റുകൾ എന്ന് പറയുന്നത് 7 എണ്ണമാണ്. അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിന് പങ്കു ചേർക്കൽ, ഉഖൂബത്തുൽ വാലിദൈൻ, നമ്മളെ മാതാപിതാക്കളെ ധിക്കരിക്കൽ, വഖത്തല നഫ്സ്, അതുപോലെ നഫ്സിനെ കൊല്ലൽ, ഒരാളെ കൊല്ലൽ, സ്വന്തത്തെ കൊല്ലലും മറ്റുള്ളവരെ കൊല്ലലും. ശരിക്കും സ്വന്തത്തെ കൊല്ലലാണ് മറ്റുള്ളവരെ കൊല്ലുന്നതിനേക്കാളും മോശം എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യുന്നത് അത്ര നല്ല കാര്യമാണെന്ന് വിചാരിക്കരുത്. വഖത്തല നഫ്സ്, വാക്കല റിബ, അതുപോലെ തന്നെ പലിശ ഭക്ഷിക്കലും. പലിശ എന്താണ് പലിശൻ്റെ പരിധിയിൽ വരിക എന്നുള്ളത് നമ്മൾ മുകളിൽ സംസാരിച്ചിട്ടുണ്ട്. വക്കല മാലൽ യത്തീം, അതുപോലെ തന്നെ യത്തീം കുട്ടികളെ സമ്പത്ത് തിന്നൽ ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. അപ്പം അതിൻ്റെ ഇത് മനസ്സിലാക്കണം. എന്താണ് നമ്മൾ യത്തീം കുട്ടികളെ മാലാരും തിന്നോ? എന്നാൽ യത്തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ആൾക്കാരും പൈസ കൊടുക്കും. കാരണം യത്തീം കുട്ടികളെ സംരക്ഷിക്കലും അവർക്ക് പൈസ കൊടുക്കലൊക്കെ വലിയ പുണ്യകരമായ കാര്യമായിട്ട് എണ്ണിയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ആൾക്കാർ പൈസ കൊടുക്കുന്നൊരു പരിപാടിയാണ് യത്തീം കുട്ടികളെ വിഷയത്തിൽ. അപ്പോൾ പൈസ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത് അപഹരിച്ച് തിന്നാൽ ഭയങ്കര രസമായിരിക്കും. അതുകൊണ്ട് ഇന്ന് ഒരുപാട് യത്തീം കുട്ടികളെ പേരിൽ യത്തീംഖാനകളുണ്ട്. ഈ യത്തീംഖാനകളിലൊക്കെ ബഹുഭൂരിപക്ഷം യത്തീംഖാനകളിലൊക്കെ വരുന്ന പൈസ അതിൻ്റെ ആൾക്കാർ തിന്ന് തന്നെയാണ്. കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. പല ആൾക്കാരുടെ യത്തീം കുട്ടികളെ സംരക്ഷിക്കുന്നതിൻ്റെ പേരിൽ ആ പേരിൽ ഒരുപാട് പിരിവ് നടത്തും. എന്നിട്ട് ആ പിരിവ് നടത്തിയിട്ട് കുറച്ച് പൈസ മാത്രമേ അവർക്ക് കൊടുക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവർ സ്വന്തം തിന്നാ ചെയ്യണത്. അപ്പോൾ അത് വലിയ തെറ്റാണ്, ചെറിയ തെറ്റൊന്നുമല്ല. വാക്കല അതുപോലെ തന്നെ യത്തീം കുട്ടികൾക്ക് വേണ്ടി നേർച്ചയാക്കപ്പെട്ട പല സാധനങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും തെങ്ങ്, കാങ്ങ്, ഏതെങ്കിലും മാങ്ങ ഒക്കെ യത്തീം കുട്ടികളുടെ അല്ലെങ്കിൽ യത്തീംഖാനൻ്റെ സ്ഥലത്തുള്ളതായിരിക്കും ഇതൊക്കെ. അത് സാധാരണ തിന്നുന്ന പോലെ നമുക്ക് തിന്നരുത്. നമ്മൾ സാധാരണ ഏതെങ്കിലും വീട്ടിൽ പിന്നെ മദ്രസയിൽ ഒരു മാവുണ്ട്, ആ മാവിന്ന് ഒരു പഴം തിന്നു, ഒരു മാമ്പഴം തിന്നു. അത് തെറ്റന്നെയാണ്, തെറ്റല്ല എന്നല്ല പറയണത്. അതിനേക്കാൾ വലിയ തെറ്റാണ് യത്തീം കുട്ടികളെ പേരിലുള്ള മാവാണെങ്കിൽ അവിടുന്ന് ആ മാങ്ങ തിന്നാന്ന ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോൾ അത് എന്തിൻ്റെ പേരിലാണ് വഖഫാക്കപ്പെട്ടതെന്ന് വളരെ ശ്രദ്ധിക്കണം. തെറ്റ് ചെയ്യുമ്പോൾ ചെറിയ തെറ്റ് ചെയ്യണം എന്നല്ല കേട്ടോ പറഞ്ഞത്, ഇത് വളരെയധികം സൂക്ഷിക്കണം എന്ന് പറഞ്ഞതാണ്. കാരണം ആ വലിയൊരു കാര്യം. യത്തീം കുട്ടികളാണോ ശ്രദ്ധിക്കണം, അവരുമായിട്ട് ബന്ധപ്പെട്ട സ്വത്തുക്കളാണോ ശ്രദ്ധിക്കണം. വാക്കല മാലിൽ യത്തീം, നമ്മൾ യത്തീം കുട്ടികളെ സ്വത്ത് ഒരിക്കലും തിന്നാൻ പാടില്ല. പലപ്പോഴും അതിന് വേറൊരു അടിസ്ഥാനമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ ജ്യേഷ്ഠൻ മരിച്ചു പോയി എന്ന് കരുതാം. ജ്യേഷ്ഠൻ്റെ മക്കളുണ്ട്. അപ്പോൾ മക്കൾ യത്തീം കുട്ടികളല്ലേ. അപ്പോൾ അവർ ബുലോവ് എത്തിയിട്ടില്ലെങ്കിൽ, അവർക്ക് വകതിരിവ് എത്തിയിട്ടില്ലെങ്കിൽ അവരുടെ സ്വത്തിനെ ഉപയോഗിക്കേണ്ട ആൾ നമ്മളായിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നോക്കുക, പരിപാലിക്കുക എന്നുള്ളത് ചെറിയ രൂപത്തിൽ ഉപയോഗിക്കാം. അതിൻ്റെ അപ്പുറത്ത് അവരിൽ നിന്ന് അപഹരിക്കുക, അത് കുട്ടികളല്ലേ, അവർക്കൊന്നും അറിയില്ലല്ലോ എന്ന് വിചാരിച്ചാൽ അവരെ സ്വത്ത് മുഴുവൻ നമ്മളെടുക്കുക, വിൽക്കുക, കൈകാര്യം ചെയ്യുക, അതിനെ അന്യായമായ രൂപത്തിൽ അപഹരിച്ച് ചെയ്യുന്നത് വൻ തെറ്റാണ്. മാത്രമല്ല അവർ കുറച്ച് വലുതായിട്ട് അവർക്ക് ആ സ്വത്ത് കൊടുക്കാതിരിക്കുക, സാധാരണ ആളുകൾക്ക് കൊടുക്കാതിരിക്കുന്നതിനേക്കാൾ പോലല്ല, അതിനേക്കാൾ എത്രയോ വലിയ തെറ്റാണ് ഈ യത്തീം കുട്ടിയെ കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ വാക്കല മാൽ യത്തീം കുട്ടികളെ സ്വത്ത് തിന്നുക. വഖദ്ഫൽ ഹുറത്തിൽ മൊഹ്സനത്ത, അതുപോലെ തന്നെ ഒരു ചാരിത്രമുള്ള പതിവ്രതയായിട്ടുള്ള ഒരു സ്ത്രീനെ അഭിമാനത്തിന് ശപം ഏൽപ്പിക്കുക. പുരുഷന്മാരെ അപമാനിക്കുക, കുറച്ച് വ്യഭിചാരം ആരോപിക്കുന്നത് പോലെയല്ല സ്ത്രീകളെക്കുറിച്ച് വ്യഭിചാരം ആരോപിക്കുന്നത്. അത് അവർക്ക് ഭയങ്കര ദോഷം ചെയ്യും. അപ്പോൾ ഒരിക്കലും പെണ്ണുങ്ങളെക്കുറിച്ച് വ്യഭിചാരാരോപണം നടത്തി ആരെക്കുറിച്ച് വ്യഭിചാരാരോപണം നടത്താൻ പാടില്ല. അത് ശരി, വളരെ മോശപ്പെട്ട തെറ്റാണത്. പക്ഷെ പെണ്ണുങ്ങളെക്കുറിച്ച് തീരെ പറയാൻ പാടില്ല. നമുക്ക് അത്രയും ഉറപ്പുള്ള കാര്യങ്ങൾ, അതും അവരുടെ അഭിമാനത്തിന് ക്ഷതമുണ്ടാകുന്ന രൂപത്തിലല്ല ചെയ്യേണ്ടത്. അപ്പോൾ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനം, അവരുടെ ചാരിത്രം എന്ന് പറയുന്നത് വളരെ അമൂല്യമായ ഒന്നാണ്. അവരത് അത്രയും സൂക്ഷിച്ചു കൊണ്ടെടുക്കണമാണ്. അതിനെപ്പറ്റി നമ്മൾ വേറെ ആളുകളോട് അതിൻ്റെ ചാരിത്രം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അപവാദം പരത്തുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട തെറ്റാണ്. ഫിറാറു മിനൽ ദഹഫി, അതുപോലെ തന്നെ യുദ്ധകാലത്ത് നിന്ന് തിരിഞ്ഞോടിപ്പോവുക, അതും ഭയങ്കര വലിയ തെറ്റാണ്. ഇതൊക്കെ റസൂലുള്ളാഹിങ്ങൾ വലിയ വൻ തെറ്റുകളിൽ എണ്ണിയിട്ടുണ്ട്. ഹദ്ദ സല്ലല്ലാഹു അലൈഹി വസല്ലം മോക്കിബാത്ത് ബിഹാദി സബ. എന്നാൽ ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൻ തെറ്റുകളെ ഈ 7 എണ്ണത്തിൽ ചുരുക്കിയിട്ടുണ്ട്. വഹിയല്ലത്തി ദുഃഖിറത്തൽ ആയത്തു ഇൻ തജിത്തനുമോ കബായറമാ തൻഹോന അൻഹുന കഫിർ അൻഹു സയ്യാത്തിക്കും. അപ്പോൾ ഇവിടെ ഈ ആയത്ത് പറഞ്ഞ ഇൻ തജിത്തനുമോ കബായറ എന്ന് പറഞ്ഞ കബായറ ആയിട്ട് എണ്ണിയിട്ടുള്ളത് ഈ 7 എണ്ണമാണ് സ്വായസങ്ങൾ. വക്കയില കൊല്ലുമാ വറദ അലേഹി വഈദുൻ ഫി ഖുർആൻ. ഇനി ഒരു അഭിപ്രായം അനുസരിച്ച് പരിശുദ്ധമായ ഖുർആനിൽ താക്കീത് ചെയ്യപ്പെട്ട എല്ലാ തെറ്റുകളും
പിന്നെ വൻ തെറ്റുകളാണ് എന്ന അഭിപ്രായമുണ്ട്. നുദ്ഖിലുഹും മദ്ഖലൻ കരീമ, പിന്നെ നല്ല പോരിശയാക്കപ്പെട്ട നല്ല സ്ഥലത്തേക്ക് അവരെ പ്രവേശിക്കപ്പെടുമെന്ന് പറഞ്ഞല്ലോ. അതെന്താ? ഹുവൽ ജന്നത്തി, അത് സ്വർഗമാണ്. ഇന്നല്ലാഹ തബാറക വതആല യഗ്ഫിർ ദുനൂബ്, അങ്ങനെ അവരെ പ്രവേശിപ്പിക്കുക എങ്ങനെയാണ്? അവർ തെറ്റുകൾ പുറത്തു കൊടുത്തിട്ട്. വയുബദ്ദിലു സയ്യിആത്തുൽ ഹസനാത്ത്, അവരുടെ തെറ്റുകൾക്ക് പകരം അള്ളാഹു ഹസനാത്തുകൾ വെച്ച് കൊടുത്തുകൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഇനി ഇതിൻ്റെ ഒരു ചെറിയൊരു വിശദീകരണം മാത്രമുള്ള കഴിഞ്ഞു. ഒരു അഭിപ്രായം അനുസരിച്ച് ഇവിടെ അതിക്രമം, ഉദ്വാൻ എന്നത് മറ്റുള്ളവരോട് അതിരു കടക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അന്യായം, ലുൽമ് എന്നത് സ്വന്തം ആത്മാവിനോട് ചെയ്യുന്ന അനീതിയാണ്. അപ്പോൾ ഇവിടെ രണ്ട് രൂപത്തിൽ അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. എങ്ങനെ? ഉദ്വാനം വ ലുൽമൻ വൈ മമൻ യഫൽ ദാലിക ഉദ്വാനൻ. ഉദ്വാനൻ ലുൽമൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഉദ്വാൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് ചെയ്യുന്നതാണ്, ലുൽമൻ എന്ന് പറഞ്ഞാൽ സ്വന്തത്തിനോട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ആദ്യം അള്ളാഹു മറ്റുള്ളവരോട് ചെയ്യുന്നതിന് എണ്ണി പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്ന കാര്യമാണ് ഏറ്റവും മോശപ്പെട്ട തെറ്റ് നമ്മളോട് ചെയ്യുന്നതിനേക്കാളും എന്ന് പറയാൻ വേണ്ടിയിട്ടാണെന്നും മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വിശദീകരണത്തിൽ അതിനെ കുറച്ചും കൂടി വിശദമായി നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ മറ്റുള്ളവരോട് ചെയ്യുന്ന തെറ്റുകൾ നമ്മളോട് ചെയ്യുന്ന തെറ്റിനേക്കാളും വലുതാണ്. മറ്റുള്ളവരെ കുറ്റം പറയൽ, മറ്റുള്ളവരെ പറ്റി മോശം ചിന്തിക്കൽ, മറ്റുള്ളവരെ ഈ ഈബത്തും നമീമത്തും പറയൽ, അവരെക്കുറിച്ച് പരദൂഷണം പ്രചരിപ്പിക്കൽ, അവരെ ഉപദ്രവിക്കൽ, അങ്ങനെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ ചെയ്യുന്ന തെറ്റിനേക്കാളും എത്രയോ വലുതാണ്. കാരണം അള്ളാഹു ഒരു ഹദീസ് പറയുന്ന, പരലോകത്ത് വിശ്വാസങ്ങൾ പറഞ്ഞു, പരലോകത്ത് അള്ളാഹു പറയും, പിന്നെ എൻ്റെ റഹ്മത്ത് കൊണ്ട് എൻ്റെ അവകാശങ്ങളൊക്കെ ഞാൻ വിട്ടുവീഴ്ച വന്നിരിക്കുന്നു, മറ്റുള്ളവർക്ക് മുകളിൽ അവകാശമുള്ളത് ഒഴികെയാണ്. അതായത് അള്ളാഹുവിനോടുള്ള, നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മൾ സ്വന്തമായി തെറ്റുകൾ ചെയ്താൽ, നമ്മളെ സ്വന്തത്തിലാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മളും അള്ളാഹും തമ്മിലുള്ള കാര്യമാണല്ലോ. അപ്പോൾ അള്ളാഹ് പരലോകത്ത് പറയുന്ന അതൊക്കെ അള്ളാഹ് വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുന്നു, എന്നാൽ മറ്റുള്ളവരുടെ വിഷയത്തിൽ ഒഴികെയെന്ന് പറയുന്നു. അത് വിട്ടുവീഴ്ച ചെയ്ത് അതിലുള്ളവരൊക്കെ പോയിക്കോളെ, സ്വർഗത്ത് പോയിക്കോളെയും, എന്നാൽ മറ്റുള്ളവരുടെ വിഷയത്തിൽ ഉള്ള കാര്യങ്ങൾ ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് പറയുന്ന. അപ്പോൾ മറ്റുള്ളവർ, നമ്മളിപ്പോൾ ചില ആൾക്കാരുണ്ടോ ഭയങ്കര നിസ്കാരവും നോമ്പും ഒക്കെ ആയിരിക്കും, ഒരു മോശം കാര്യം അവർ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഒരു മറ്റുള്ളവർ ഈബത്തിന് മീമത്ത് പറഞ്ഞിട്ടുണ്ടാവും, മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും, നിസാരപ്പെടുത്തിയിട്ടുണ്ടാവും, എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അവർ സ്വത്ത് അപകരിച്ചിട്ടുണ്ടാവും. ഈ കാര്യം അള്ളാഹു പുറത്തരില്ല, അത് അവർ നോക്കണം എന്ന് പറയപ്പെടുന്ന നാളെ. അതേസമയം വേറൊരാൾ അധികം നിസ്കരിച്ചില്ല, നോമ്പ് പറ്റില്ല, പക്ഷേ അവൻ സ്വന്തമായ തെറ്റുകൾ ചെയ്തു പോയത്, അത് അള്ളാഹു പറയാം, ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ, അത് ഞാൻ പുറത്തുനിന്നിരിക്കുന്നു അല്ല പറയുന്ന. പക്ഷേ അത് ആ വിഷയം നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ദിവസം ചർച്ച ചെയ്യും. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് അള്ളാഹു ഇത് രണ്ട് മാറ്റി എണ്ണി പറഞ്ഞത്. അതിനെ ആദ്യം ഇതിനെ പറഞ്ഞത് എന്ത്? ഉദ്വാൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട തെറ്റുകൾ, ദുൽമൻ തന്നെ നമ്മൾ സ്വന്തമായി ചെയ്യുന്ന തെറ്റുകളാണ്. അള്ളാഹു വലിയ പാപങ്ങളെ ചെറിയ പാപങ്ങളിൽ നിന്ന് വേർതിരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായി അറിയപ്പെടുന്ന ഒന്നാണ് വൻതെറ്റുകൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ചെറുതെറ്റുകൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുണ്ട്. സംഭവം വൻതെറ്റുകളും ചെറുതെറ്റുകളും ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷെ വൻതെറ്റുകൾ ഇന്നതാണെന്നുള്ള കാര്യത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഏതുപോലെ അതിന് ഉദാഹരണം പറയുന്നുണ്ട്. ലൈലത്തുൽ ഖദർ ഉണ്ടെന്നുള്ളതിൽ ഒരു സംശയമില്ല, പക്ഷേ ലൈലത്തുൽ ഖദർ എന്നാന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഒരു പോഴ്ചയാക്കപ്പെട്ട ഒരു നിസ്കാരമുണ്ട്, 5 വക്ത് നിസ്കാരത്തിൽ നിന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ ഏതാണ് ആ നിസ്കാരം എന്ന് ആർക്കും അറിയില്ല. അതാണ്ട് ഔലിയാക്കന്മാരോട് ഉണ്ടെന്ന് അറിയാം, ആ വലിയ ആരാന്ന് ആൾക്കാർക്ക് അറിയില്ല. അങ്ങനെ തുടങ്ങി ഇവിടെ സംഭവം വലിയ തെറ്റുകളും ചെറിയ തെറ്റുകളൊക്കെ ഉണ്ട്. ആ വൻതെറ്റുകൾ ഏതാ എന്നതിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പം അള്ളാഹു വലിയ പാപങ്ങളെ ചെറിയ പാപങ്ങളിൽ നിന്ന് വേർതിരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് അള്ളാഹു വലിയ പാപങ്ങളെ ചെറിയ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായി വേർതിരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ കണിശമായ രൂപത്തിൽ ഇതാണ് വൻതെറ്റ്, ഇതാണ് ചെറുതെറ്റ് എന്ന് പറഞ്ഞ് അള്ളാഹു മാറ്റി നിർത്തിയിട്ടില്ല എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത്. ഇത് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു വാദത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് വൻതെറ്റുകൾ എന്ന സാധനം തന്നെ ഇവിടെ കറക്റ്റാണെന്നാണ്. അത് ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കിയൊക്കെ ചെറുതെറ്റുകളാണ്, അതൊക്കെ അല്ല പുറത്തുതരും. ശരിക്കും ബഹുഭൂരിപക്ഷം ഇമാമിങ്ങളുടെ അഭിപ്രായത്തിൽ വൻതെറ്റുകൾ ഇന്നതാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഭൂരിപക്ഷം ആൾക്കാരുടെ അഭിപ്രായം. ഇന്നതാണ് വൻതെറ്റെന്ന് പറയപ്പെട്ടിട്ടില്ല, അത് ഉണ്ട് എന്നേ പറയപ്പെട്ടിട്ടുള്ളൂ. കാരണം വലിയ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ചെറിയ പാപങ്ങളെ മായ്ച്ചു കളയുമെന്ന് ഈ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ വൻതെറ്റുകൾ ചെയ്യാതെ ചെറുതെറ്റുകൾ മുഴുകിയാൽ വൻതെറ്റുകൾ തെറ്റുകൾ അള്ളാഹ് പുറത്തുവരുന്ന അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്.
അതിനാൽ ഒരു വ്യക്തിക്ക് വൻപാപങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി അറിയാമെങ്കിൽ അവ ഒഴിവാക്കുന്നതിലൂടെ തൻ്റെ ചെറുപാവങ്ങൾ പൊറുക്കപ്പെടുമെന്ന് അവൻ മനസ്സിലാക്കും. അപ്പോൾ ഇത് വൻതെറ്റ് ഏതാ മനസ്സിലാക്കിയാൽ ചെറുതെറ്റുകൾ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ബോധ്യത്തിലേക്ക് അവൻ വരുമല്ലോ. ഇത് അവനെ ചെറുപാപങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചേക്കാം. തിന്മകളെ പ്രോത്സാഹിപ്പിക്കുന്നത് പൊതുവെ ഉചിതമല്ല. എന്നാൽ അള്ളാഹു വൻപാപങ്ങളെയും ചെറുപാപങ്ങളെയും പൂർണ്ണമായി വേർതിരിക്കാതിരിക്കുകയും താൻ ചെയ്യുന്ന ഒരു പാപം ചെറുതാണെന്ന് ഒരു അടിമക്ക് ഉറപ്പില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഓരോ പാപവും ഒരുപക്ഷെ വൻപാപമായേക്കാം എന്ന ഭയം അവനെ പാപങ്ങളിൽ നിന്നും തടയും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ വൻപാപങ്ങളാണ്. ഈ ഹദീസിനെ കുറിച്ചാണ് നമ്മൾ മുകളിൽ വിശദീകരിച്ചത്. ആ ഹദീസ് വെച്ചിട്ട് ഉമാമിങ്ങൾ ചിലർ പറഞ്ഞിട്ടുണ്ട് 7 പാപങ്ങളുണ്ട് എന്ന്. എന്നാൽ അത് അങ്ങനെയല്ല. ആ 7 പാപങ്ങളിൽ അത് മാത്രമല്ല 7 പാപങ്ങൾ, വേറെയും പാപങ്ങളുണ്ട്. അത് ആ പാപങ്ങളെ എണ്ണി പറഞ്ഞത് അത് വൻപാപങ്ങളാണെന്ന് സ്ഥിരപ്പെടുത്തിയത് മാത്രമാണ്. നമ്മൾ വൻപാപങ്ങൾ എണ്ണുമ്പോൾ ഈ സംഭവത്തിൽ തന്നെ അവസാനം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതാ വഹീന ഹൈദീൻ തസീറു സഈറത്തൻ മഅലൂമത്തൻ വലാകിൻ യജൂസു അൻ യുബയ്യിന ഫീ ബാദി ദുനൂബി അന്നഹു കബീറത്തുൻ. ഏതെങ്കിലും തെറ്റുകൾ വൻ തെറ്റുകളാണെന്ന് പറയാൻ അള്ളാഹുവിന് പറ്റും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസങ്ങൾ പറഞ്ഞ ഈ ഹദീസ് അതിൻ്റെ തെളിവാണ്. പക്ഷേ അതേ വൻ തെറ്റുകളുള്ളൂ, ബാക്കിയൊന്നും വൻ തെറ്റുകളല്ല എന്ന് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടുന്നില്ല. ആ അഭിപ്രായത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞത് വൻ തെറ്റുകൾ ചെറുതെറ്റുകൾ എന്ന് കൃത്യമായി വേർതിരിക്കപ്പെട്ടിട്ടില്ല. അവിടെ വൻതെറ്റുകൾ കുറേയൊക്കെ വൻതെറ്റുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തെറ്റുകൾ ചിലത് എണ്ണപ്പെടാത്തതും ഉണ്ടാവും, എണ്ണിയതും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പം വൻതെറ്റുകൾ ഇന്നത് മാത്രമാണ് വൻതെറ്റുകൾ, ഇന്നതൊന്നും വൻതെറ്റുകളല്ല എന്ന് ഒരാൾക്ക് ബോധ്യപ്പെട്ടാലോ വൻതെറ്റ് ചെയ്യാതിരിക്കുന്നതിന് മാത്രമേ അദ്ദേഹത്തിന് ശ്രദ്ധ ഉണ്ടാവുള്ളൂ. ബാക്കി ചെറുതെറ്റല്ല, അതോ പുറത്തിരുന്ന് പറഞ്ഞതാണല്ലോ ഖുർആനിൽ എന്നവർ ചിന്തിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ വൻതെറ്റ് ചെറുതെറ്റിനെക്കുറിച്ച് വിശദീകരിച്ച് നമ്മൾ അതിൻ്റെ ഒരു ആത്മീയമായ മാനം വിശദീകരിക്കുന്ന സമയത്ത് വിശദീകരിക്കുന്നുണ്ട്. അവിടെ എന്താണ് വൻതെറ്റ് ചെറുതെറ്റ് എന്നുള്ള വളരെ രസകരമായൊരു വിശദീകരണം ബഹുമാനപ്പെട്ട റുഹുൽ ബയാനിലും അതുപോലെ തന്നെ ബഹ്റുൽ മദീദിലൊക്കെ വിശദീകരണമുണ്ട്. വളരെ രസകരമായി എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ വ്യക്തമായൊരു വേർതിരിവ് പറഞ്ഞിട്ടില്ല. ഉദാഹരണം നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെ തന്നെ 5 വക്ത നിസ്കാരത്തിൽ ഒന്ന് എന്തുണ്ട് ഒരു മദ്യത്തിലെ നിസ്കാരം എന്ന് പറയുന്നുണ്ടല്ലോ. ആ മദ്യത്തിലെ നിസ്കാരം ഏതാണെന്നുള്ളതിൽ അത് സുബഹി നിസ്കാരമാണെന്നുള്ള അഭിപ്രായമുണ്ട്, അതും അസർ നിസ്കാരമാണെന്ന അഭിപ്രായമുണ്ട്. എന്നാൽ ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞു അത് ഇന്ന നിസ്കാരമാണെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സംഭവം സുബഹിക്കും അസറിനൊക്കെ മഹത്വം ഉണ്ടെങ്കിൽ അത് ഇന്ന നിസ്കാരമാണെന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? 5 വക്തിനെയും ബഹുമാനിക്കപ്പെടാൻ വേണ്ടി എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. ഇവിടെയും അള്ളാഹു ക്ലിപ്തമായി പറഞ്ഞിട്ടില്ല ഇന്നതാണ് വൻതെറ്റുകൾ, അതിൻ്റെ അപ്പുറത്തുള്ള ഒക്കെ ചെറുതെറ്റുകളാണ് എന്ന വിശ്വാസങ്ങളും അള്ളാഹു വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ചില വൻതെറ്റുകളെ എണ്ണി പറഞ്ഞു, ഇത് വൻതെറ്റുകളാണെന്ന് ചില വൻതെറ്റുകളെ പറ്റി എണ്ണി പറഞ്ഞു. എന്നാൽ ബാക്കിയുള്ളതിനെ പറ്റിയൊന്നും അങ്ങനെ പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്? അത് നമ്മൾ എല്ലാ തെറ്റുകളെയും വൻതെറ്റുകളെ പോലെ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. പണ്ഡിതന്മാർ പറഞ്ഞു ഇതുപോലെ ശറയിൽ മദ്യത്തിലെ നിസ്കാരവും ഏതെന്നതോ റമദാനിലെ ലൈലത്തുൽ ഖദർ ഏത് രാത്രിയാണെന്നതോ വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയം ഏതാണെന്നോ മരണസമയം എപ്പോഴാണെന്നോ അള്ളാഹു വ്യക്തമാക്കിയിട്ടില്ല. ഇതിൻ്റെ എല്ലാം ചുരുക്കം ഈ തത്വം ആവശ്യപ്പെടുന്നത് അള്ളാഹു ഒരു പാപവും ചെറുതാണെന്ന് വ്യക്തമാക്കാതിരിക്കുക എന്നതാണ്. അതുപോലെ വലിയ പാപങ്ങൾ ഇന്നവ മാത്രമാണെന്ന് അവൻ വ്യക്തമാക്കാതിരിക്കുക എന്നതാണ്. കാരണം അവൻ അങ്ങനെ വ്യക്തമാക്കിയിരുന്നെങ്കിൽ അവയെല്ലാം ചെറുപാപങ്ങളായി മാറുമായിരുന്നു. അപ്പോൾ ചെറിയ പാപങ്ങൾ വ്യക്തമാകുമായിരുന്നു. എന്നാൽ ചില പാപങ്ങൾ വലുതാണെന്ന് അവൻ വ്യക്തമാക്കിയേക്കാം. അപ്പോൾ ഇതങ്ങ് വ്യക്തത അള്ളാഹു വരുത്തിയാൽ ഇന്നത് വലുത് ഇന്നത് ചെറുതെന്ന് മനസ്സിലാവും. അപ്പോൾ ചെറുത് ആളുകൾക്ക് ചെയ്യാമെന്നുള്ളൊരു ബോധത്തിലേക്ക് വരും. അപ്പോൾ അള്ളാഹു അങ്ങനെ പറഞ്ഞില്ല. പക്ഷേ അള്ളാഹു പറഞ്ഞു ചില തെറ്റുകളെ ഇതൊക്കെ വൻ തെറ്റുകളാണെന്ന് വിശ്വാസങ്ങൾ അത് എടുത്തു പറഞ്ഞു. ആ ഹദീസ് തെളിവാണ്. അപ്പം ഈ കാര്യങ്ങൾ വൻ തെറ്റുകളാണെന്ന് പറഞ്ഞ ഹദീസ് അതിന് തെളിവാണ്. ഇന്ന തെറ്റുകളൊക്കെ വലിയ തെറ്റുകളാണെന്ന്. അതുപോലെ മറ്റ് ഹദീസുകളും അതിനുണ്ട്. ഒരുപാട് വേറെയും തെറ്റുകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തെറ്റുകളൊക്കെ വലിയ തെറ്റുകളാണ്. അതിൻ്റെ അപ്പുറത്തും വലിയ തെറ്റുകൾ ഉണ്ടാവാം. അപ്പോൾ ഏത് തെറ്റിനെയും നമ്മൾ വലിയ തെറ്റ് പോലും പരിഗണിച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ എന്നാണ് പറഞ്ഞതിൻ്റെ സാരം.